Good morning students. Good morning. എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ഓക്കെ, നമുക്ക് എന്താ കുറച്ച് ഇംഗ്ലീഷ് സ്റ്റഡി ചെയ്താലോ? റെഡി അല്ലേ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ എല്ലാവരും? ഓക്കെ, നമ്മൾ ഏത് ചാപ്റ്ററാണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്? ചാപ്റ്റർ 6 ഒളിമ്പിക് ഗെയിംസ് ഇല്ലേ? അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഒളിമ്പിക് ഗെയിംസിൽ ആ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്തത്? ഒളിമ്പിക് ഗെയിംസിലെ ഓരോ 4 years കൂടുമ്പോഴാണ് ഒളിമ്പിക് ഗെയിംസ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞത് എവിടെയാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്? ഗ്രീസിലാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തത്. അതാണ് എന്നാണ് 1000 years ago അല്ലേ? 3000 years ago 3000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലാണ് ഈ ഒരു ഒളിമ്പിക് ഗെയിം ഒറിജിനേറ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്തത്? എന്തൊക്കെയാണ് ഫസ്റ്റ് ഒളിമ്പിക്സ് അല്ലേ? ഫസ്റ്റ് ഒളിമ്പിക് ഗെയിം എന്തായിരുന്നു? 776 BC-യിലായിരുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഗോഡ് സിയൂസ് ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ പ്ലെയിൻ ഓഫ് ഒളിമ്പിയ, അതായത് പെലോപ്പനീസ് പെനിൻസുലയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഏതാണ് അല്ലേ? പ്ലെയിൻ ഓഫ് ഒളിമ്പിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് 776 BC-യിൽ നമ്മുടെ ഗോഡ് സിയൂസ് ദൈവത്തിന്റെ നാമധേയത്തിൽ ആയിരുന്നു ഈ ഒരു ഗെയിം നടന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 4th century ഗ്രീക്ക് എംപയറിന്റെ പതനത്തോടു കൂടി ഈ ഒരു ഒളിമ്പിക് ഗെയിം വന്ന് നിന്നുപോയി. പിന്നെ നമ്മുടെ സ്പോർട്സ് പ്രൊമോട്ടറായ ബാരൻ പിയറി ഡി കുബർട്ടിൻ അദ്ദേഹത്തിന്റെ മുൻകൈ എടുത്ത് അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരവും എന്താണ് ഈ ഒരു നമ്മൾ ഒളിമ്പിക് ഗെയിംസ് വീണ്ടും പുനരാരംഭിച്ചു അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? പിന്നെ എന്തായിരുന്നു മോഡേൺ ഒളിമ്പിക്? എന്തായിരുന്നു 1896 മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? ഏതൻസിൽ ആദ്യത്തെ മോഡേൺ ഒളിമ്പിക്സ് നടന്നു. പിന്നെ അതിനുശേഷം അതിനകത്ത് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാര്യം ഒളിമ്പിക് ഗെയിംസിന്റെ അല്ലേ ഇത് നമ്മൾ സിമ്പിൾ പറഞ്ഞു. ഒരു 5 ഇന്റർവെയിൻ ഇല്ലേ? കളറിംഗ് റിങ്സ് ആയിരുന്നു, അതായത് പല കളർ, ആ കളറിലുള്ള 5 റിങ്സ്, പല കളറിലുള്ള 5 റിങ്സ് ഇങ്ങനെ പരസ്പരം ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഒളിമ്പിക്സിന്റെ നമ്മളെന്തുപോലെ സിമ്പിൾ എന്ന് പറഞ്ഞു. അതൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. അത് ഒളിമ്പിക്സിന്റെ എന്താണ് ഒളിമ്പിക് ഗെയിംസിന്റെ ഫ്ലാഗ് ആയിട്ട് നമ്മളതിനെ പറയപ്പെടുന്നു അല്ലേ? എന്നിട്ട് എന്താണ് ഓരോ ഗെയിംസിലും ഓരോ ഒളിമ്പിക് ഗെയിംസിന്റെയും ഉദ്ഘാടന ചടങ്ങിൽ ഈ ഒരു ഫ്ലാഗ് ഉയർത്തുകയും അത് കഴിഞ്ഞിട്ട് ഗെയിം തീരുന്നതിന്റെ സമാപന ചടങ്ങിൽ ആ ഫ്ലാഗ് താഴ്ത്തുകയും ചെയ്തു. ഈ ഒരു രീതി എന്താണ് പിന്തുടർന്ന് വരുന്നുണ്ട്. കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? പിന്നെ എന്താണ് സമ്മർ ഒളിമ്പിക്സ്, വിന്റർ ഒളിമ്പിക്സ് began to held 2 years after the summer Olympics അല്ലേ? സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ട് പിന്നെ വിന്റർ ഒളിമ്പിക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് ഐസ് സ്പോർട്സും ഇല്ലേ സ്നോ സ്പോർട്സ് ഒക്കെ എന്താണ് നമുക്ക് ഈ ഒരു എന്താണ് സമ്മർ ഒളിമ്പിക്സിൽ നടത്താൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ വിന്റർ ഒളിമ്പിക്സ് നമ്മൾ ആരംഭം കുറിച്ചു. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? പിന്നെന്താ നമ്മൾ പറഞ്ഞത്? കുറെ ന്യൂ വേർഡ്സ് നമ്മൾ സ്റ്റഡി ചെയ്തു. ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു? റിവൈവ് പഠിച്ചില്ലേ? റിവൈവ് വേർഡ് മീനിങ് എന്തായിരുന്നു? ടു ബ്രിങ് ബാക്ക് അല്ലേ? നെക്സ്റ്റ് അടുത്ത വേർഡ് ഏതാ? കൺസിസ്റ്റന്റ് വേർഡ് മീനിങ് എന്താ? ടീച്ചറിന് പറഞ്ഞു തന്നെ നിങ്ങൾ എന്താ വേർഡ് മീനിങ്? വർക്കിംഗ് വിത്തൗട്ട് ഗിവിംഗ് അപ്പ് അല്ലേ? വർക്കിംഗ് വിത്തൗട്ട് ഗിവിംഗ് അപ്പ്, വിട്ടുകൊടുക്കാൻ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് വേർഡ് ഏതായിരുന്നു? സ്പെക്ടേറ്റേഴ്സ്. എന്തായിരുന്നു സ്പെക്ടേറ്റേഴ്സ് വേർഡ് മീനിങ്? ഓഡിയൻസ്. പിന്നെ സിംബോളിസം. എന്തായിരുന്നു സിംബോളിസത്തിന്റെ വേർഡ് മീനിങ് എന്താ? icon or symbol used to depict the event or organization. ഏതെങ്കിലും ഓർഗനൈസേഷനെയോ ഇവന്റിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു ഐക്കൺ അല്ലെ സിംബലിനെയാണ് നമ്മൾ സിംബോളിസം എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ അക്ലെയിം. എന്താണ് വേർഡ് മീനിങ്? ടു ബി റെക്കഗ്നൈസ്ഡ് ആൻഡ് ക്ലെയിംഡ് ആസ് എ ലീഡിംഗ് ഇവന്റ് പേഴ്സൺ ഓർഗനൈസേഷൻ. പിന്നെ നമ്മൾ പഠിച്ച ന്യൂ വേർഡ് ഏതാണ്? മൊമെന്റം. എന്താണ് വേർഡ് മീനിങ്? മൊമെന്റം ഗെറ്റിംഗ് മോർ പോപ്പുലർ വിത്ത് ദ പീപ്പിൾ. നെക്സ്റ്റ് വേർഡ് ചലഞ്ചിങ് ലോജിസ്റ്റിക്സ്. എന്തായിരുന്നു മീനിങ്? ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ ദ ഇവന്റ് റിക്വയർമെന്റ് ആൻഡ് അറേഞ്ച്മെന്റ്. ഇത്രയും ന്യൂ വേർഡ്സ് നമ്മൾ സ്റ്റഡി ചെയ്തു. ഓക്കെ, നമുക്ക് ഒളിമ്പിക് ഗെയിംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കി പഠിക്കാം. എല്ലാം റെഡി അല്ലേ? ടെക്സ്റ്റിലെ പേജ് നമ്പർ 16 എടുത്തോ? ഇത് തുടങ്ങാം നമുക്ക്. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിക്കേ. Around the year 1948, when the injured soldiers of the World War II were recuperating, the need for self-motivation for better healing was recognized. During the London Olympic Games in 1948, Sir Goodman organized an inter-hospital sports competition for soldiers who were disabled and healing. He was quite encouraged to see that these disabled soldiers healed well with such a motivational activity like training for
sports. Finally, in the 1960 Olympics held in Rome, Italy, Goodman brought 400 athletes to participate alongside the main Olympics. Instead, IOC joined hands with him to form IPC, and since then Paralympics is a parallel event with every Olympics. എന്താണ് നമ്മുടെ around the year 1948 when the injured soldiers of World War II were recuperating. ഇപ്പൊ എന്താണ് സെക്കൻഡ് വേൾഡ് വാർ 1948ന്റെ അല്ലേ എന്താണ് നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ചപ്പോഴത്തേക്ക് എന്താണ് കുറെ അധികം പട്ടാളക്കാർക്ക് അല്ലേ ഇഞ്ചേർഡ് ആയി, കുറെ അധികം പട്ടാളക്കാർക്ക് മുറിവ് പറ്റി അല്ലേ, പല പല പരിക്കുകളും അപകടങ്ങളും ഒക്കെ പറ്റി. The need for self motivation for better healing was recognized. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ ആ ഒരു പരിക്കേറ്റ പട്ടാളക്കാർക്ക് അതിൽ നിന്ന് മോചിതരാകണമെങ്കിൽ എന്താണ് കുറച്ച് സെൽഫ് മോട്ടിവേഷൻ അല്ലേ, എന്താണ് അവർക്കൊരു സെൽഫ് മോട്ടിവേഷൻ ആവശ്യമായിട്ട് വന്നു. During the London Olympic Games in 1948, Sir Guttmann organized an inter-hospital sports competition for soldiers who were disabled and healed. ഇപ്പോൾ സർ ഗുട്ട്മാൻ എന്താണ് ചെയ്തത്, അതായത് 1948 ഈ പരിക്കേറ്റ് അതിൽ നിന്ന് മോചിതരായിട്ട് വന്ന എന്താണ് പട്ടാളക്കാർക്ക് എല്ലാം കൂടി ഒരു ഇന്റർ ഹോസ്പിറ്റൽ കോമ്പറ്റീഷൻ ഇല്ലേ സ്റ്റാർട്ട് ചെയ്തു, ആരംഭിച്ചു. എന്താണ് ഈ പരിക്കേറ്റ പട്ടാളക്കാരെ അതിൽ നിന്ന് അവർക്ക് അവർ സ്വയം പ്രചോദനം കൊടുക്കാൻ അല്ലെ ഒരു സെൽഫ് മോട്ടിവേഷൻ കൊടുക്കാനായിട്ട് നമ്മുടെ സർ ഗുട്ട്മാൻ എന്ത് ചെയ്തു, അദ്ദേഹം ഒരു ഇന്റർ ഹോസ്പിറ്റൽ സ്പോർട്സ് കോമ്പറ്റീഷൻ നടത്തി. അതായത് ഈ അതിൽ നിന്ന് ഈ ഒരു പരിക്കിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന പട്ടാളക്കാരെ എല്ലാം ഒരുമിച്ച് ചേർത്തിട്ട് ഒരു സ്പോർട്സ് നടത്തി അല്ലെ ഒരു ഗെയിം നടത്തി. He was quite encouraged to see that these disabled soldiers healed well with such a motivational activity like training for sports. അപ്പം ഈ ഇങ്ങനെ പരിക്കിൽ നിന്ന് മുക്തനായ പട്ടാളക്കാരിലെ സ്വയം പ്രചോദനം ഉൾക്കൊണ്ട് ആ ഒരു ഇതിൽ നിന്നെല്ലാം മുക്തനായിട്ട് വരുന്നത് കണ്ട് ഇദ്ദേഹത്തിന് ആ ഒരു സ്പോർട്സ് എന്ന് പറയുന്ന ആ ഒരു ട്രെയിനിങ്ങിലൂടെ അവർ കൂടുതൽ എന്താണ് പ്രചോദനം ഉൾക്കൊണ്ട് നല്ല ഉന്മേഷവാന്മാരായി വരുന്നത് കണ്ട് നമ്മുടെ സർ ഗുട്ടൻമാൻ എന്താണ് സന്തോഷം തോന്നി. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ന്യൂ വേർഡ് ആണ് റെക്യുപ്പറേറ്റിംഗ്. ഇതാണ് റെക്യുപ്പറേറ്റിംഗ്. RECUP റെക്യുപ്പറേറ്റിംഗ്. ERATING റെക്യുപ്പറേറ്റിംഗ്. എന്താണ് വേർഡ് മീനിങ് നോക്കിക്കേ. റെക്യുപ്പറേറ്റിംഗ് വേർഡ് മീനിങ് റിക്കവറിംഗ് ഫ്രം ആൻ ഇൽനെസ് ഓർ മെഡിക്കൽ കണ്ടീഷൻ. ഒരു മെഡിക്കൽ കണ്ടീഷനിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ഒരു ഇൽനെസ്സിൽ നിന്നോ അല്ലെ ഒരു രോഗത്തിൽ നിന്നോ ഒക്കെ എന്താണ് റിക്കവറിംഗ് തിരിച്ചു വരുന്നതിനാണ് നമ്മൾ റെക്യുപ്പറേറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് റെക്യുപ്പറേറ്റിംഗ് വേർഡ് മീനിങ്? റെക്യുപ്പറേറ്റിംഗ് മീനിങ് എന്താ? റിക്കവറിംഗ് ഫ്രം ആൻ ഇൽനെസ് ഓർ മെഡിക്കൽ കണ്ടീഷൻ. ഏതെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇൽനെസ്സിൽ നിന്നുള്ള തിരിച്ചു വരവിനെയാണ് റിക്കവറിയാണ് നമ്മൾ റെക്യുപ്പറേറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ. ഫൈനലി ഇൻ ദ 1960 ഒളിമ്പിക്സ് ഹെൽഡ് ഇൻ റോം, ഇറ്റലി, ഗുഡ്മാൻ ബ്രോട്ട് 400 athletes to participate alongside the main Olympics. ഇപ്പൊ എന്താണ് 1960 നമ്മുടെ റോമിലെ ഇറ്റലിയിലെ റോമിൽ നടന്ന ആ ഒരു ഗെയിമില് ഒളിമ്പിക് ഗെയിമില് ഗുഡ്മാൻ എത്ര ആൾക്കാരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? 400 athletesനെയാണ് അദ്ദേഹം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാക്കിയത് ഇല്ലേ. നോക്കിക്കേ. ഇൻസ്പയർഡ് IOC joined hand with him to form IPC. IPC എന്താ? International Paralympics Committee. And since then Paralympics is a parallel event with every Olympics. ഇപ്പൊ എന്താണ് അപ്പൊ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് IOC എന്ത് ചെയ്തു അല്ലേ? IOC എന്ത് ചെയ്തു? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി എന്ത് ചെയ്തു? നമ്മുടെ ഈ ഒരു ഗുട്ടന്മാരുമായിട്ടില്ലേ കൈകോർത്തിട്ട് IPC രൂപീകരിച്ചു. IPC എന്താണ്? ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി രൂപീകരിക്കുകയും ഈ പാരാലിമ്പിക്സ് എന്ത് ചെയ്തു? ഈ ഒളിമ്പിക്സ് ഗെയിമിന്റെ പാരലായിട്ട് അതിനോടൊപ്പം നടത്തി വരികയും ചെയ്തു. എന്താ ടീച്ചർ പറഞ്ഞത്? 1948 നമ്മുടെ വേൾഡ് വാർ നീർന്നപ്പോഴേക്കും ഒരുപാട് പട്ടാളക്കാർക്ക് എന്താ പരിക്ക് പറ്റി ഇല്ലേ? അവർ പരിക്ക് പറ്റുകയും മുറിവേൽക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ ഒരു പട്ടാളക്കാർ അതിൽ നിന്ന് മോചിതമായിട്ടുള്ള പട്ടാളക്കാർക്ക് സ്വയം ഒരു പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഗുഡ്മാനിലെ സാർ ഗുഡ്മാൻ എന്ത് ചെയ്തു? ഒരു ഇന്റർ ഹോസ്പിറ്റൽ കോമ്പറ്റീഷൻ സ്പോർട്സ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുകയും പട്ടാളക്കാരൊക്കെ അതിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് എന്താണ് അവർ ഊർജ്ജസ്വലരായിട്ട് നല്ല രീതിയിൽ അല്ലേ സ്വയം പ്രചോദനം ഉൾക്കൊണ്ട് വീണ്ടും തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ അത് കണ്ട് ഇദ്ദേഹത്തിന് സന്തോഷമാവുകയും അല്ലേ സർ ഗുഡ്മാന് സന്തോഷമാവുകയും അദ്ദേഹം 400 അത്ലറ്റ്സിനെ എന്താണ് 1960 നടന്ന ഒളിമ്പിക്സിലേക്ക് പങ്കെടുപ്പിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ പ്രചോദനം ഉൾക്കൊണ്ട് അതിൽ പ്രചോദനമായിട്ട് എടുത്തിട്ട് നമ്മുടെ IOC എന്ത് ചെയ്തു? നമ്മുടെ ഗുഡ്മാനുമായിട്ട് കൈകോർത്തു IPC ഇന്റർനാഷണൽ പാരാലിമ്പിക് കമ്മിറ്റി രൂപീകരിക്കുകയും പാരാലിമ്പിക്സ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒളിമ്പിക് ഗെയിമിന്റെ പാരലായിട്ട് അതിനോടൊപ്പം നടത്തി വരികയും ചെയ്യും.
നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കേ. ആസ് ഒളിമ്പിക്സ് ബിക്കം പോപ്പുലർ ആൻഡ് വിന്നിംഗ് ആൻ ഒളിമ്പിക് മെഡൽ ബിക്കം എ മാറ്റർ ഓഫ് national pride, young athletes too wanted an opportunity to showcase their talent. ഇപ്പോൾ ഒളിമ്പിക്സ് എന്തായി ബിക്കം മോർ പോപ്പുലർ ആയി അല്ലേ? ഒളിമ്പിക്സ് നല്ല പോപ്പുലർ ജനപ്രിയത നേടി വരാൻ തുടങ്ങി. ആൻഡ് വിന്നിംഗ് ആൻ ഒളിമ്പിക് മെഡൽ ബിക്കം എ മാറ്റർ ഓഫ് നാഷണൽ പ്രൈഡ്, യങ് അത്ലറ്റ്സ് ടു വാണ്ടഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഷോക്കേസ് ദെയർ ടാലന്റ്. ഇപ്പൊ എന്താണ് ഈ നമ്മൾ ഒളിമ്പിക് മെഡൽ നേടുക എന്ന് പറയുന്നത് എന്തായിട്ടൊരു ദേശീയ അഭിമാനമായിട്ടല്ലേ മാറി. നമ്മുടെ ഒളിമ്പിക് ഗെയിംസ് കൂടുതൽ പോപ്പുലർ ആവുകയും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഒരു മെഡൽ നേടുക എന്ന് പറയുന്നത് കൂടുതൽ ദേശീയ അഭിമാനമായിട്ട് മാറുകയും ചെയ്തു. ഒളിമ്പിക്സ് എന്താണ് നമ്മുടെ യങ് അത്ലറ്റ്സിലെ യുവ കായിക താരങ്ങൾക്കുള്ള എന്താണ് അവരുടെ ടാലന്റ് തെളിയിക്കാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറുകയും ചെയ്തു. In the Singapore Summer Olympics held in 2010, Youth Olympic Games were started for athletes in the age group of 14 to 18 years. അപ്പോൾ എന്താണ് 2010 നടന്ന സിംഗപ്പൂർ സമ്മർ ഒളിമ്പിക്സിൽ എന്താണ് യൂത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്ത് എത്ര മുതൽ, അതായത് 14 മുതൽ 18 വയസ്സ് വരെയുള്ള അല്ലേ അത്ലറ്റിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സിംഗപ്പൂർ സമ്മർ ഒളിമ്പിക്സ് 2010 സ്റ്റാർട്ട് ചെയ്തു. അതെന്താണ് യൂത്ത് ഒളിമ്പിക് ഗെയിംസ് ആയിരുന്നു അല്ലേ? അതായത് 14 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 14 മുതൽ 18 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ എന്തോ നമ്മൾ പറഞ്ഞത് ഒളിമ്പിക് ഗെയിംസ് കൂടുതൽ പോപ്പുലർ ആവുകയും അല്ലേ അതുപോലെ തന്നെ ഈ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മെഡൽ നേടുക എന്ന് പറയുന്നത് ദേശീയ അഭിമാനമായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ ഈ ഒളിമ്പിക് ഗെയിംസ് എന്ന് വെച്ചാൽ എന്താണ് യുവ കായിക താരങ്ങൾക്ക് അവരുടെ ടാലന്റ് അല്ലേ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയായിരുന്നു. 2010 സിംഗപ്പൂർ സമ്മർ ഒളിമ്പിക്സിലെ 2010 സിംഗപ്പൂർ സമ്മർ ഒളിമ്പിക്സ് നടന്നു. അതെന്തായിരുന്നു അവിടെ എന്ത് സ്റ്റാർട്ട് ചെയ്തു യൂത്തിന് വേണ്ടിയിട്ട് 14 മുതൽ 18 വയസ്സ് വരെയുള്ള യൂത്ത് അത്ലറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഒളിമ്പിക് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. Apart from the Olympic Games being a prestigious platform to showcase one's talent in sports, the event also propagated unity and harmony among countries of the world. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ apart from the Olympic Games being a prestigious platform to showcase one's talent in sports. അപ്പോൾ എന്താണ് ഒരു വ്യക്തിക്ക് ഒരു കായിക താരത്തിന് അവരുടെ കഴിവ് തെളിയിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടാലന്റ് എന്താണ് വെളിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രസ്റ്റീജിയസ് പ്ലാറ്റ്ഫോം ആയിരുന്നു ഒളിമ്പിക് ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ അതിനോടൊപ്പം തന്നെ എന്താണ് അല്ലേ കൺട്രീസ് തമ്മിലുള്ള യൂണിറ്റി, ഐക്യവും ഹാർമണിയും ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയായിരുന്നു എന്ത് ഒളിമ്പിക് ഗെയിംസ് എന്ന് പറയുന്നത്. ദ ഇവന്റ് ആൾസോ പ്രൊപ്പഗേറ്റ് യൂണിറ്റി ആൻഡ് ഹാർമണി എമംഗ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. അല്ലേ ലോകത്തിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ഹാർമണിയും യൂണിറ്റിയും ഒക്കെ അല്ലെ ഐക്യവും ഒരുമയും ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു വേദി കൂടിയായിരുന്നു ഈ ഒളിമ്പിക് ഗെയിംസ് എന്ന് പറയുന്നത്. ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ ഇസ് ദ ഒളിമ്പിക് മോട്ടോ. ഇപ്പൊ നമ്മുടെ ഒളിമ്പിക്സ് ഗെയിംസിന്റെ മോട്ടോ എന്താണ്? ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ അല്ലേ? വേഗതയേറിയതും ഹയർ ഉയരമേറിയതും അത് ഉയർന്നതും സ്ട്രോങ്ങർ ശക്തവും. ഇതാണ് നമ്മുടെ ഒളിമ്പിക് ഗെയിംസിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഒളിമ്പിക് ഗെയിംസിന്റെ മോട്ടോ വെച്ചാൽ നമ്മൾ എന്ത് എഴുതും? ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ. എന്തെഴുതും നമ്മൾ? ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ. അപ്പൊ ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്നുള്ളതാണ് നമ്മുടെ ഒളിമ്പിക് ഗെയിംസിന്റെ മോട്ടോ എന്ന് പറയുന്നത്. Proposed by Baron Pierre de Coubertin, this motto has been upheld since 1924. അപ്പൊ ഈ ഒളിമ്പിക് ഗെയിംസിന്റെ ഈ ഒരു ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ എന്ന് പറയുന്ന ആ ഒരു മോട്ടോ ആരാണ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്? നമ്മുടെ ബാരൻ പിയറി ഡി കുബർട്ടിൻ. നമ്മൾ പറഞ്ഞ ഒരു സ്പോർട്സ് പ്രൊമോട്ടറാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു ഒളിമ്പിക് ഗെയിം തിരികെ കൊണ്ടുവരാൻ കാരണമായ വ്യക്തി അല്ലേ? അദ്ദേഹം എന്ത് ചെയ്തു? ഈ മോട്ടോ 1924 ഈ ഒരു മോട്ടോ ഉയർത്തിപ്പിടിച്ചു അല്ലേ? എന്താണ് ഒളിമ്പിക് ഗെയിംസിന്റെ മോട്ടോ? ഫാസ്റ്റർ ഹയർ സ്ട്രോങ്ങർ. The aim of the Olympic game is to drive home the important philosophy of life that winning is not everything. അപ്പോൾ ഈ ഒളിമ്പിക് ഗെയിംസിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണ്? The aim of the Olympic game is to drive. എന്താണ് നമ്മുടെ അല്ലേ ജീവിതത്തിലേക്ക്, അതായത് ജയം, അതായത് വിന്നിങ് എന്താണ്? എല്ലാം അല്ല. അതായത് വിന്നിങ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം അല്ല. ജയം എന്ന് പറയുന്നതല്ല എല്ലാം എന്ന അല്ലേ ജീവിതത്തിന്റെ പ്രധാന തത്വചിന്ത ഫിലോസഫി നമ്മുടെ വീട്ടിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഒളിമ്പിക്സിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? ദ എയിം ഓഫ് ദ ഒളിമ്പിക് ഗെയിം
is to drive home the important philosophy of the life that winning is not everything. നമ്മൾ വിചാരിക്കൂലേ ഒരു എക്സാം എഴുതി നമുക്ക് കിട്ടിയില്ല, അപ്പോഴത്തേക്ക് നമ്മൾ എന്താണ് തളർന്നില്ല, എനിക്ക് എക്സാം കിട്ടിയില്ല, ഞാൻ തോറ്റുപോയി. അപ്പൊ എന്താണ് ജയം? നമ്മൾ അവിടെ ജയിച്ചാൽ എന്താണ്? ജയിച്ചു. പക്ഷെ എന്താ ആ ജയം എന്ന് പറയുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ എല്ലാം. ആ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തോറ്റെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മുടെ ജീവിതം അവിടെ അവസാനിച്ചോ? ഇല്ല, നമുക്ക് ഇനിയും മുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പം വിന്നിങ് എന്ന് പറഞ്ഞാല് ജീവിതത്തിന്റെ എല്ലാം അല്ല എന്നുള്ള ആ ഒരു ലക്ഷ്യം, അത് ജീവിതത്തിന്റെ ഒരു പ്രധാന ഫിലോസഫി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഒളിമ്പിക് ഗെയിംസിന്റെ എയിം എന്ന് പറയുന്നത്. ടീച്ചർ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഒളിമ്പിക് ഗെയിംസിന്റെ മോട്ടോ എന്താണ്? ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്. അതുപോലെ ഒളിമ്പിക് ഗെയിംസിന് എയിം ഉണ്ട് അല്ലേ, ഒരു ലക്ഷ്യമുണ്ട്. എന്താ ഒളിമ്പിക് ഗെയിംസിന്റെ ലക്ഷ്യം എന്താണ്? വിന്നിങ് ഈസ് നോട്ട് എവരിതിങ് ഇല്ലേ, ജയമല്ല എല്ലാം എല്ലാം എന്നുള്ള ആ ഒരു ജീവിതത്തിന്റെ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫിലോസഫി നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടെത്തിക്കുക അല്ലെങ്കിൽ വീട്ടിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഒളിമ്പിക് ഗെയിംസിന്റെ എയിം എന്ന് പറയുന്നത്. നോക്കിക്കേ, വൺസ് നീഡ് ടു ടേക്ക് ദ കറേജ് ടു പാർട്ടിസിപ്പേറ്റ്. ഇപ്പൊ എന്താണ്? പങ്കെടുക്കാൻ ഒരാൾ എന്ത് ചെയ്യണം? ധൈര്യം കാണിക്കണം അല്ലേ, പങ്കെടുക്കാൻ ഒരാൾ ധൈര്യം കാണിക്കണം. More than winning is important that one develop the fighting spirit to face the challenge. ഇപ്പൊ എന്താണ്? നമ്മൾ അതിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അതിൽ ജയിക്കുക എന്നതല്ല, അതിനേക്കാൾ ഉപരി എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വെല്ലുവിളികളെയും നേരിടാനുള്ള അല്ലേ, എന്ത് ചെയ്യണം? നേരിടാനുള്ള ഒരു പോരാട്ട വീര്യം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. പോരാട്ട വീര്യം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം നമ്മൾ ഒരു മത്സരത്തിൽ പങ്കെടുത്തു, അതിൽ ജയിക്കുന്നതാണ് പ്രധാനം എന്ന് പറയും. പക്ഷെ അതിൽ ജയിക്കുന്നതിന് പുറമെ, അപ്പൊ ജയിക്കുന്നതിനേക്കാൾ ഉപരി എന്താണ്? നമ്മൾ നമ്മുടെ വെല്ലുവിളികളെ ജീവിതത്തിലായാലും അല്ലേ കളിയിലായാലും ഒക്കെ വരുന്ന ആ ഒരു വെല്ലുവിളികളെ നമ്മൾ നേരിടുക എന്നതാണ് പ്രധാനം. അതിൽ ജയിക്കുന്നതല്ല പ്രധാനം, അതിൽ വരുന്ന വെല്ലുവിളികളെ എല്ലാം നമ്മൾ നേരിടാനുള്ള ഒരു പോരാട്ട വീര്യം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ടീച്ചർ പറഞ്ഞത് മനസ്സിലായോ? നമ്മൾ പറഞ്ഞു നമ്മുടെ ഒളിമ്പിക് ഗെയിംസിന്റെ എയിം എന്ന് വെച്ചാൽ എന്താണ്? വിന്നിങ് ഈസ് നോട്ട് എവരിതിങ് ഇല്ലേ. എന്താ? നമ്മുടെ ജയമല്ല എല്ലാം എന്നുള്ള ആ ഒരു തത്വചിന്ത, ഇമ്പോർട്ടൻ്റ് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഫിലോസഫിയെ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒളിമ്പിക് ഗെയിംസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ എന്താണ്? നമ്മൾ ഒരാള് ഒരു എന്തെങ്കിലും ഒന്നിൽ പങ്കെടുക്കാൻ നമ്മൾ ധൈര്യം കാണിക്കണം അല്ലേ. അപ്പം അതിൽ ജയിക്കുന്നതിനേക്കാൾ ഉപരി എന്താണ്? ആ ഒരു വെല്ലുവിളികളെ ഏറ്റെടുക്കാനുള്ള ഒരു പോരാട്ട വീര്യം നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നോക്കിക്കേ, ബീയിങ് ഇൻ ദ റേസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ജസ്റ്റ് ബീയിങ് എ സ്പെക്ടേറ്റർ. അപ്പൊ എന്താണ്? ഒരു ഓട്ട മത്സരം നടക്കുമ്പോൾ അതിനൊരു കാഴ്ചക്കാരനായിട്ട് നോക്കിയിരിക്കുന്നതിനേക്കാൾ ഉപരി എന്താണ്? ഒരു മത്സരത്തിൽ പങ്കെടുക്കുക, ജയിക്കോ തോക്കോ എന്നുള്ളതല്ല പ്രധാനം, ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. These ideals are documented as the Olympic creed. അപ്പൊ എന്താണ്? ഈ ആശയങ്ങളല്ല അല്ലെങ്കിൽ ഈ ഒരു ആദർശങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒളിമ്പിക്സിന്റെ വിശ്വാസമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അല്ലേ. ഈ ഒരു ആശയങ്ങൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഒളിമ്പിക്സിന്റെ മോട്ടോ എന്താന്ന് പറഞ്ഞു. എന്തുവായിരുന്നു? ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ് ആണ് ഒളിമ്പിക്സിന്റെ മോട്ടോ എന്ന് പറഞ്ഞു. അതുപോലെ ഒളിമ്പിക്സിന്റെ എയിം പറഞ്ഞു അല്ലേ. എന്താണ്? വിന്നിങ് അല്ല എല്ലാം എന്നുള്ള ആ ഒരു ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ആ ഒരു ഫിലോസഫി നമ്മുടെ വീടുകളിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒളിമ്പിക് ഗെയിംസിന്റെ എയിം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ എന്താ പറഞ്ഞത്? ഒരാൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ള ധൈര്യം കാണിക്കുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ജയിക്കുന്നതിലല്ല, അതിലുള്ള വെല്ലുവിളികളെ എല്ലാം നേരിടാനുള്ള ഒരു പോരാട്ട വീര്യം വളർത്തിയെടുക്കുന്നതിലാണ് പ്രധാനം, ജയമല്ല അല്ലേ. ആ ജയമല്ല പ്രധാനം എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഒരു ഓട്ട മത്സരം നടത്തുവാണെങ്കിൽ ഒരു കാഴ്ചക്കാരൻ എന്നതിലുപരി അതിൽ പങ്കെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളല്ല അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ആദർശങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒളിമ്പിക് ഗെയിംസിന്റെ വിശ്വാസമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ പാരഗ്രാഫ്? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിക്കേ. ഡ്യൂറിംഗ് ദ പ്ലാനിംഗ് ഓഫ് ദ ഒളിമ്പിക് ഗെയിംസ് കൺട്രീസ് കം ഫോർവേഡ് ടു ഹോസ്റ്റ് ദ ഇവന്റ്. അപ്പൊ നമ്മൾ ഈ ഒരു ഒളിമ്പിക് ഗെയിംസിന്റെ ആസൂത്രണം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു രാജ്യം എന്ത് ചെയ്യും അല്ലേ, ഈ ഒരു ഒളിമ്പിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നു. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് പ്രൈഡ് ആൻഡ് പ്രസ്റ്റീജ്. അപ്പൊ ഈ ഒരു ആതിഥേയം അല്ലെങ്കിൽ ആ ഒരു ഹോസ്റ്റ് ചെയ്യാന്നുള്ളത്, ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞാൽ എന്താണ്? അതൊരു കൺട്രിയുടെ അല്ലെ അഭിമാനവും അന്തസ്സുമാണ്, പ്രസ്റ്റീജും പ്രൈഡുമാണ്. Olympic mascot is chosen that symbolize the host country's most important cultural trait. ഇപ്പൊ എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു ഒളിമ്പിക്സ് മാസ്കോട്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് എന്താ കാണിക്കുന്ന? ആ ഒരു കൺട്രിയുടെ ഇമ്പോർട്ടൻറ്റ് കൾച്ചറൽ ട്രെഡിലെ അവരുടെ ആ ഒരു വിശ്വാസങ്ങളൊക്കെയാണ് അതിൽ, അല്ലെങ്കിൽ ആ ഒരു സംസ്കാരമാണ് നമുക്കതിൽ തെളിഞ്ഞു വരുന്നത്. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഫുൾ ഫോർ പ്രൊമോഷൻ ഓഫ് ദ ഗെയിംസ്, ബ്രാൻഡിങ് ആൻഡ് പബ്ലിസിറ്റി വൈൽ ആഡിങ് ചാം ടു ദ ഇവന്റ്. ആ ഒരു ഇവന്റിന്, ഒളിമ്പിക് ഗെയിംസിന്റെ ആ ഒരു ഇവന്റിന് നമ്മൾ
കൂടുതൽ ആകർഷകത്വം നൽകുമ്പോൾ അത് എന്ത് ചെയ്യുന്നു, ആ ഒരു ഗെയിമിന്റെ പ്രൊമോഷൻ ആണല്ലേ, കൂടുതൽ പബ്ലിസിറ്റിയെയും ബ്രാൻഡിങ്ങും ഒക്കെയുള്ള ഒരു പ്രൊമോഷനാണ് കൂട്ടുന്നത്. അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. The mascot is generally an animal or human figure and has a name. ഇപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞ ഒളിമ്പിക്സിൽ നമ്മളൊരു മസ്കോട്ട് നമ്മൾ തിരഞ്ഞെടുക്കും, ഒരു ഒളിമ്പിക്സ് ചിഹ്നം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അതെന്താണ്, ഒന്നുകിൽ ഒരു ആനിമലോ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഫിഗറോ ഒക്കെ ആയിട്ട് വരാം. Misha, the Russian bear cube of the 1980 Summer Olympics, become an international star. 1980 നടന്നല്ലേ സമ്മർ ഒളിമ്പിക്സിൽ റഷ്യൻ കരടിക്കുട്ടിയായ മിഷയായിരുന്നു അന്താരാഷ്ട്ര താരമായത്. അന്നത്തെ ആ ഒളിമ്പിക്സിന്റെ മസ്കോട്ട് എന്തായിരുന്നു? നമ്മുടെ മിഷ എന്ന് പറയുന്ന റഷ്യൻ കരടിക്കുട്ടി. Venlock was the mascot for the London 2012 Summer Olympics. അപ്പോൾ 2012 നടന്ന സമ്മർ ഒളിമ്പിക്സിന്റെ മസ്കോട്ട് എന്തായിരുന്നു? വെൻലോക്ക് എന്ന് പറഞ്ഞു. ലണ്ടനിൽ നടന്ന 2012 സമ്മർ ഒളിമ്പിക്സിൽ ആരായിരുന്നു? വെൻലോക്ക് ആയിരുന്നു ഒളിമ്പിക്സ് ഗെയിമിന്റെ മസ്കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. Today the Olympic Games have become so renowned. അപ്പോൾ എന്താണ് ഇപ്പം എന്താ ടുഡേ ഇക്കാലത്തിൽ എന്താണ് ഒളിമ്പിക് ഗെയിംസ് കൂടുതൽ പ്രശസ്തമായി തീർന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? That the London 2012 Summer Olympics recorded a grand participation from 204 nations and a whopping 10,500 competitors. അപ്പോൾ എന്താണ് 2012 സമ്മർ ഒളിമ്പിക്സ് നമ്മൾ പറഞ്ഞു അല്ലേ? ആ സമ്മർ ഒളിമ്പിക്സിലെ ലണ്ടനിൽ നടന്ന ആ സമ്മർ ഒളിമ്പിക്സിലെ റെക്കോർഡ് ചെയ്തൊരു വലിയ പാർട്ടിസിപ്പേഷൻ ആണ്, ഒരു ഗ്രാൻഡ് പാർട്ടിസിപ്പേഷൻ ആണ് അന്ന് അവിടെ നടന്നത്. 704 നേഷൻസ് ആയിരുന്നു അതിൽ പങ്കെടുത്തത്. അതുപോലെ 10,500 എന്താണ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു, കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അതായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരും നേഷനും പങ്കെടുത്ത ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. 2012 നടന്ന സമ്മർ ഒളിമ്പിക്സ് അല്ലേ, അതിൽ ഗ്രാൻഡ് പാർട്ടിസിപ്പേഷൻ ആണ്. 204 നേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ 10,500 ആൾക്കാരും അതിൽ കോമ്പറ്റീറ്റേഴ്സും ആ ഗെയിമിൽ പങ്കെടുത്തു. നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്ന ന്യൂ വേർഡ് നോക്കിക്കേ, വൂപ്പിംഗ്. വേർഡ് മീനിങ് എന്താന്ന് നോക്കേ. ഡിലൈറ്റ്ഫുള്ളി ഹ്യൂജ് നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് എന്താ സന്തോഷം നൽകുന്ന ഒരു വലിയ നമ്പർ. നമ്മൾ പറഞ്ഞില്ലേ 10,500 അത്രയും ആൾക്കാർ അന്ന് ആ ഒളിമ്പിക്സിൽ പങ്കെടുത്തു. അത് കേൾക്കുമ്പോൾ സന്തോഷമല്ലേ, അത്രയും കൂടുതൽ ആൾക്കാർ അതിൽ പങ്കെടുത്തല്ലോ എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പൊ എന്താണ് ഡിലൈറ്റ്ഫുള്ളി ഹ്യൂജ് നമ്പർ? എന്താണ് വൂപ്പിങ്ങിന്റെ മീനിങ്? എന്താണ് ഡിലൈറ്റ്ഫുള്ളി ഹ്യൂജ് നമ്പർ? അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. ഇന്ത്യ made its debut in the Olympics in the year 19,000. ഇപ്പൊ എന്താണ് 1900 ഇന്ത്യ ഈ ഒരു ഒളിമ്പിക് ഗെയിമിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. വിത്ത് എ ലോൺ കോമ്പറ്റീറ്റർ നെയ്മഡ് നോർമൻ പിച്ചാർഡ് who made us proud by winning 2 silvers in athletics. അപ്പൊ എന്തായിരുന്നു അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത നോർമൻ പിച്ചാർഡ് നമുക്ക് എന്ത് ചെയ്തു? നമ്മുടെ അഭിമാനമായിരുന്നു അല്ലേ? നമുക്ക് 2 അത്ലറ്റിൽ പങ്കെടുത്തിട്ട് അതിൽ 2 സിൽവർ മെഡൽ ആയിരുന്നു അദ്ദേഹം നമുക്ക് നേടിത്തന്നത്. Till today, India has won 26 medals. India has shown great talent and competition, winning gold medal in the field of hockey and badminton. അപ്പോൾ ഇപ്പം ടുഡേ ഇന്ത്യക്ക് എത്ര ഉണ്ടെന്നാണ് പറയുന്നത്? 26 മെഡൽ ആണ് ഇന്ത്യക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യ ഹാസ് ഷോൺ ഗ്രേറ്റ് ടാലന്റ് ആൻഡ് കോമ്പറ്റീഷൻ അല്ലേ? ഇന്ത്യ ഹോക്കിയിലും ബാഡ്മിന്റണിലും ഇന്ത്യയുടെ പരമാവധി കഴിവും മെഡലും ഒക്കെ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നു. കഴിവ് കാണിക്കുകയും മെഡൽ നേടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. The 2012 Olympics has thus far been best for our country with 6 medals and representation of 83 athletes. അപ്പോൾ എന്താണ് 2012 നടന്ന ഒളിമ്പിക്സ് നമ്മുടെ ഇന്ത്യക്ക് വളരെ അഭിമാനകരമായിരുന്നു അല്ലേ? എന്താണ് അത് നമ്മൾ ഇന്ത്യ പങ്കെടുത്തപ്പോൾ നമുക്ക് 6 മെഡൽ കിട്ടുകയും അതുപോലെ തന്നെ 83 അത്ലറ്റ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. The next Olympic Games are scheduled for 2060 at Rio de Janeiro, Brazil between August 5th and 25th. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് ഒളിമ്പിക്സ് എന്നാ വരാൻ പോകുന്നതാ പറയുന്നത്? 2060 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് എവിടാ അല്ലേ? ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ്. ഓഗസ്റ്റ് 5 മുതൽ 21 വരെ നമ്മുടെ ഷെഡ്യൂൾ ചെയ്തേക്കാണ് അടുത്ത ഒളിമ്പിക്സ്. പക്ഷെ ആണോ അടുത്ത ഒളിമ്പിക്സ് കഴിഞ്ഞു ഇല്ലേ? 2016 ഒളിമ്പിക്സ് കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ 2016 ലാസ്റ്റ് ഒളിമ്പിക്സിന്റെ ടൈം തന്നേക്കുന്നത്. അത് കഴിഞ്ഞു കാരണം ഇപ്പൊ 2021 ആയില്ലേ? നോക്കിക്കേ. More than 10,500 athletes from 2005 countries will participate in 28 sporting events.
The popularity of the games goes to show that they will live forever. എന്താണ് എത്ര എന്താണ് മോർ ദാൻ അതിനേക്കാൾ കൂടുതൽ 10,500 കൂടുതൽ അത്ലറ്റ്സും അതുപോലെ തന്നെ 75 കൺട്രീസും 28 സ്പോർട്ടിംഗ് ഇവന്റും ഒക്കെ അതിൽ കാണുമെന്നാണ് പറയുന്നത്. The popularity of the games goes to show that they will live. അപ്പോൾ ഈ ഒരു എന്താണ് ഗെയിംസിന്റെ ജനപ്രിയത എന്ത് കാണിക്കുന്നു? എന്നേക്കുമായിട്ട് ഇത് ജീവിക്കുമെന്ന് നമ്മളെ കാണിച്ചു തരുന്നു അല്ലേ. അപ്പം ഇപ്പൊ കഴിഞ്ഞു 2016 നമ്മുടെ ഒളിമ്പിക് ഗെയിംസ് കഴിഞ്ഞു. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ തന്നേക്കുന്ന എന്താണ് 2016 കഴിഞ്ഞു ഇല്ലേ ഒളിമ്പിക് ഗെയിംസ്. ഇനി വരുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒളിമ്പിക് ഗെയിം ഷെഡ്യൂൾഡ് ആണ് പറയുന്നത് 2016 അത് കഴിഞ്ഞു. അതിനുശേഷം 2021 നമുക്കിപ്പോൾ ഒരു ഒളിമ്പിക്സ് കഴിഞ്ഞു ഇല്ലേ. നമ്മുടെ മേരി കോമും ഒക്കെ നമുക്ക് അഭിമാനമായിട്ട് മാറിയ നമ്മുടെ അടുത്ത ഒരു ഒളിമ്പിക്സ് കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഒളിമ്പിക് ഗെയിംസിന്റെ മോട്ടോ എന്താന്ന് പഠിച്ചു. ഒളിമ്പിക് ഗെയിംസിന്റെ എയിം എന്താന്ന് സ്റ്റഡി ചെയ്തു അല്ലേ. എന്തായിരുന്നു മോട്ടോ? ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. എന്താണ് എയിം? ജയം. വിന്നിങ് ഈസ് നോട്ട് എനിത്തിങ് അല്ലേ. ജയം അല്ല ലാസ്റ്റ് വേർഡ്, അല്ലെങ്കിൽ എല്ലാത്തിനും ഉപരിയായിട്ട് ജയമല്ല. അതിലുപരി എന്താണ്? നമ്മളൊരു എന്തിലെങ്കിലും നമ്മൾ പങ്കെടുക്കുകയും അതിനുള്ള പോരാട്ടങ്ങളെ അല്ലേ, അതിനുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള ഒരു പോരാട്ട വീര്യം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. നമുക്കിനി അതിന്റെ എക്സസൈസ് ചെയ്താലോ. എൻഡ് ഓഫ് ദി ചാപ്റ്റർ എടുത്തേ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയ റീഡിംഗ് കോംപ്രഹെൻഷൻ അല്ലേ. ഓൺ ദ ബേസിസ് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ സ്റ്റോറി സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. അതിൽ ഫസ്റ്റ് നോക്കിക്കേ. ദ 5 റിംഗ്സ് ഇൻ ദ ഒളിമ്പിക്സ് ലോഗോ. ആ ഒരു 5 റിംഗ്സ് എന്താ കാണിക്കുന്നത്? ദ 5 ഓഷ്യൻസ് ഓഫ് ദ വേൾഡ്, ദ 5 കോണ്ടിനെന്റ്സ്, ദ 5 ഗോഡ്സ് ഓഫ് ഗ്രീസ് അല്ലേ. എന്താണ് ഓഷ്യൻ? 5 ഓഷ്യൻ ആണോ കാണിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 5 കോണ്ടിനെന്റ് ആണോ കാണിക്കുന്നത്, 5 ഗ്രീസിലുള്ള ഗോഡിനെ ആണോ കാണിക്കുന്നത്? ഏതാ കാണിക്കുന്നത്? നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, ദ 5 കോണ്ടിനെന്റ്സ് ഇല്ലേ. 5 വൻകരകളെയാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത്, 5 കോണ്ടിനെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ എയിം ഓഫ് ദ ഒളിമ്പിക് ഗെയിം ഈസ് എന്താണ്? ടു വിൻ ഇൻ ദ ഇവന്റ് ആൻഡ് ഗെറ്റ് മെഡൽസ്. ഒളിമ്പിക് ഗെയിംസിന്റെ ലക്ഷ്യം എന്താണ്? ഒരു ഇവന്റിൽ പങ്കെടുക്കുക, മെഡൽ നേടുക, അതാണോ? അടുത്ത ഓപ്ഷൻ നോക്കിയേ. ഫോർ കൺട്രീസ് ടു ഷോക്കേസ് ദെയർ സ്പോർട്സ് എബിലിറ്റി. ഒരു കൺട്രിക്ക് അവരുടെ സ്പോർട്സിലുള്ള ഒരു എബിലിറ്റി കാണിക്കാൻ പറ്റുന്ന ആ ഒരു സ്ഥലം ആണോ? നോക്കിക്കേ. ടു ബിൽഡ് കറേജ് ആൻഡ് സ്പിരിറ്റ് ടു ഫേസ് ചലഞ്ചസ് ഇൻ ലൈഫ്. ലൈഫിലുള്ള ചലഞ്ചസ് എല്ലാം ഫേസ് ചെയ്യാനുള്ള ആ ഒരു കഴിവാണോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ ബി. എന്താണ്? ഫോർ കൺട്രീസ് ടു ഷോക്കേസ് ദെയർ സ്പോർട്സ് എബിലിറ്റി ഇല്ലേ. നമ്മുടെ സ്പോർട്സ് എബിലിറ്റി നമുക്ക് കാണിക്കാനുള്ള ആ ഒരു വേദിയാണ് നമ്മുടെ ഒളിമ്പിക് ഗെയിംസ്. ഓക്കെ, അടുത്ത ആൻസർ ദ ഫോളോയിങ് ഇൻ ബ്രീഫ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വെൻ, വെയർ ആൻഡ് വൈ വെയർ ദ ഏൻഷ്യന്റ് ഒളിമ്പിക്സ് കണ്ടക്ടഡ്. ഇപ്പൊ എന്നാണ് അല്ലേ, എവിടെയാണ് നമ്മുടെ ഏൻഷ്യന്റ് ഒളിമ്പിക്സ് കണ്ടക്ട് ചെയ്തത്? എവിടെയായിരുന്നു? The ancient Olympics was conducted in 776 BC at the plains of Olympia in the honor of Zeus. നമ്മൾ പറയില്ലേ സിയൂസ് ദേവന്റെ നാമധേയത്തിൽ ഒളിമ്പിയ സമതലത്തിലാണ്. ഇവിടുത്തെ അല്ലേ പെലോപ്പനീസ് പെനിൻസുല, അവിടുത്തെ ഒളിമ്പിയ സമതലം അല്ലേ, ഒളിമ്പിയ സമതലത്തിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഒളിമ്പിക്സ്, ഏൻഷ്യന്റ് ഒളിമ്പിക്സ് കണ്ടക്ട് ചെയ്തത്. എന്തായിരുന്നു? 776 BCE. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു റിവൈവ്ഡ് ദ ഏൻഷ്യന്റ് ഒളിമ്പിക്സ് വെൻ ആൻഡ് വെയർ വാസ് ദ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് കണ്ടക്ട്. അപ്പൊ ആരാണ് നമ്മുടെ ഒളിമ്പിക് ഗെയിംസിനെ, ഏൻഷ്യന്റ് ഒളിമ്പിക്സ് ഗെയിംസിനെ പുനരുജ്ജീവനം കൊടുത്തല്ലെങ്കിൽ പുനർജീവിപ്പിച്ചത് ആരാണ്, എന്നാണ്, എവിടെയാണ് നമ്മുടെ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് നടന്നത്? ആരാണെന്ന് നമുക്കറിയാം, നമ്മൾ പഠിച്ചത് ആരായിരുന്നു അല്ലേ, ഒരു സ്പോർട്സ് പ്രൊമോട്ടർ ആയ ആര്? ബാരൻ പിയറി ഡി കുബർട്ടിൻ. ബാരൻ പിയറി ഡി കുബർട്ടിൻ റിസീവ്ഡ് ദ ഏൻഷ്യന്റ് ഒളിമ്പിക് ഗെയിംസ് അല്ലേ. അദ്ദേഹമാണ് ഒളിമ്പിക് ഗെയിംസിനെ തിരിച്ച് കൊണ്ടുവന്നത്. ദ ഫസ്റ്റ് മോഡേൺ ഒളിമ്പിക്സ് വാസ് കണ്ടക്ടഡ് ഇൻ 1896 അറ്റ് ഏതൻസ്. ഏതൻസിൽ 1896 ഫസ്റ്റ് ഒളിമ്പിക്സ്, മോഡേൺ ഒളിമ്പിക്സ് കണ്ടക്ട് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ ഒളിമ്പിക് മോട്ടോ ആൻഡ് ദ ഒളിമ്പിക് ക്രീഡ്? എന്താണ് ഒളിമ്പിക്സിന്റെ ഒരു മോട്ടോ, ഒളിമ്പിക്സിന്റെ ക്രീഡ് എന്തായിരുന്നു? എന്താ ഒളിമ്പിക്കിന്റെ മോട്ടോ? നമ്മൾ പഠിച്ചു തന്നെയാണ്, നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചർ. എന്തായിരുന്നു? ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ അല്ലേ. ദ ഒളിമ്പിക് മോട്ടോ ഈസ് ഫാസ്റ്റർ, ഹയർ, സ്ട്രോങ്ങർ. ദ ഒളിമ്പിക് ക്രീഡ് ഈസ് ഇമ്പോർട്ടന്റ് ഫിലോസഫി ഓഫ് ലൈഫ് ദാറ്റ് വിന്നിങ് ഈസ് നോട്ട് എവരിതിങ്. ഒളിമ്പിക്സിന്റെ ആ വിശ്വാസം എന്താണ് അല്ലേ, എന്താണ്? വിന്നിങ് അല്ല ജീവിതത്തിന്റെ എല്ലാം എന്നുള്ളത്, ആ ഒരു ഫിലോസഫിയാണ് നമ്മുടെ ഒളിമ്പിക് ഗെയിംസിന്റെ ക്രീഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത സി സെക്ഷൻ നോക്കിയേ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ഡീറ്റെയിൽ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ഒളിമ്പിക് മസ്കോട്ട് എ സിംബൽ ഓഫ് ബ്രാൻഡിങ്? എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഒളിമ്പിക് ഒരു മസ്കോട്ട് നമ്മൾ ചൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതെന്താണ് കാണിക്കുന്നത്? ദ ഒളിമ്പിക് മസ്കോട്ട് ഈസ് എ സിംബൽ ഓഫ് ബോണ്ടിങ് ബിക്കോസ് ഇറ്റ് പ്രൊമോട്ട് ദ കൾച്ചറൽ ട്രേറ്റ് ഓഫ് ദ ഹോസ്റ്റ് കൺട്രി. എന്താണ് ആ ഒരു ഒളിമ്പിക് ഗെയിമിന് ആതിഥേയത്വം വഹിക്കുന്ന ആ കൺട്രിയുടെ ആ ഒരു കൾച്ചറൽ ട്രേറ്റ് ആണ് അത് എടുത്തു കാണിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കേ, വൈ വാസ് യൂത്ത് ഒളിമ്പിക്സ് സ്റ്റാർട്ടഡ്? അല്ലേ, എന്തുകൊണ്ടാണ് യൂത്ത് ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത്? The Youth Olympics was started because winning an Olympic medal was a matter of pride. എന്താണ് നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കുകയും ഒരു മെഡൽ നേടുകയും ചെയ്യുന്ന എന്താണ്, അതൊരു അഭിമാനമാണ്, അല്ലേ, പ്രൈഡാണ്. This motivated the youth to display their sporting talent. അപ്പോൾ എന്താണ് ഇത് എന്ത് ചെയ്യുന്നു? അവരുടെ യൂത്തിന് അവരുടെ ആ ഒരു ടാലന്റ്, സ്പോർട്സിലുള്ള അവരുടെ ടാലന്റ് വെളിയിൽ കൊണ്ടുവരാൻ മോട്ടിവേറ്റ്, അല്ലേ, പ്രചോദനമാകുന്നു. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കേ, എക്സ്പ്ലെയിൻ സമ്മർ ആൻഡ് വിന്റർ ഒളിമ്പിക്സ്. എന്താണ് സമ്മർ ഒളിമ്പിക്സ്, എന്താണ് വിന്റർ ഒളിമ്പിക്സ്? It become difficult to hold snow and ice sports during summer Olympics due to challenging logistics. അപ്പോൾ എന്താണ് നമ്മൾ സമ്മറിൽ നമുക്ക് സ്നോ സ്പോർട്സ് അല്ലെങ്കിൽ ഐസ് സ്പോർട്സോ ഒക്കെ കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ് ലോജിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിരുന്നു. This led to the commencement of the Winter Olympics in 1994. അപ്പോൾ ഇത് എന്തിലേക്ക് നയിച്ചു? വിന്റർ ഒളിമ്പിക്സ് 1994 വിന്റർ ഒളിമ്പിക്സിലേക്ക് നയിച്ചു. Since then the Winter Olympics began to be held 2 years after the Summer Olympics. അപ്പോൾ എല്ലാ സമ്മർ ഒളിമ്പിക്സും കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് വിന്റർ ഒളിമ്പിക്സ് നടത്തി വരുന്നു. അപ്പോൾ എന്താണ് ഐസ് സ്പോർട്സ് ആയാലും സ്നോ സ്പോർട്സ് ആയാലും ഒക്കെ നമ്മുടെ ഏതാണ് സമ്മർ ഒളിമ്പിക്സിൽ അത് കണ്ടക്ട് ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. അപ്പോൾ അത് എന്തിലേക്ക് നയിച്ചു? അത് വിന്റർ ഒളിമ്പിക്സിലേക്ക് നയിക്കുകയും എല്ലാ സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ട് 2 കൊല്ലം കൂടുമ്പോഴും എന്താണ് വിന്റർ ഒളിമ്പിക്സ് നടത്തി വരുന്നു. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിന്റെ ബാക്കി ഇനി കുറച്ച് എക്സസൈസും കൂടെ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒളിമ്പിക് ഗെയിംസ്. നമ്മളതിൽ കുറേ ന്യൂ വേർഡ്സ് സ്റ്റഡി ചെയ്തു, അല്ലേ? റിവൈവ്, കൺസിസ്റ്റന്റ്, സ്പെക്ടേറ്റർ, സിംബോളിസം, ബ്രാൻഡിങ്, അക്ലെയിം, പിന്നെ എന്താണ് മൊമെന്റം, ചലഞ്ചിങ് ലോജിസ്റ്റിക്സ്, റെക്യുപ്പറേറ്റിംഗ്, പിന്നെ ഒരു വേർഡ് കൂടെ പഠിച്ചല്ലോ ഇന്ന്, ഊപ്പിംഗ്, അല്ലേ? ഊപ്പിംഗ്. ഇപ്പം ഇത്രയും വേർഡ്സ് നമ്മൾ സ്റ്റഡി ചെയ്തു, അതിന്റെ മീനിങ് നമ്മൾ പഠിച്ചു. പിന്നെന്താണ് നമ്മൾ ചൂസ് ദ കറക്റ്റ് ആൻസറും ആൻസറും ഫോളോയിങ്ങും നോക്കി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. അപ്പം ഇന്ന് പഠിപ്പിച്ച ഇത്രയും ക്വസ്റ്റ്യൻ്റെ ആൻസർ ടീച്ചർ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കുക. എല്ലാവരും നോട്ട്സ് എഴുതണം. അതുപോലെ തന്നെ നിങ്ങളുടെ കോപ്പിറൈറ്റ് ബുക്കിൽ ഈ ടീച്ചർ ഇന്ന് തരുന്ന നോട്ട്സ് നിങ്ങൾ ഒരു 2 ടൈംസ് എഴുതുക. എഴുതിയിട്ട് ടീച്ചർ അതിൻ്റെ നോട്ട്സും ടീച്ചറിന് സെൻഡ് ചെയ്യുക. അപ്പം അതുപോലെ ഈ ചാപ്റ്റർ വായിക്കുന്നതിൻ്റെ വോയിസ് മെസ്സേജ് ടീച്ചറിന് ഇട്ടുതരണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മാത്സ് സ്റ്റഡി ചെയ്താലോ? ഓക്കെ, എല്ലാം റെഡി അല്ലേ? അപ്പൊ നമ്മള് മാത്സിൽ ഇന്റിജേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്, അല്ലേ? ഇന്റിജേഴ്സിൽ നമ്മൾ ആ ചാപ്റ്റർ എന്താണ് ഇന്റിജേഴ്സ് നമ്മൾ സ്റ്റഡി ചെയ്തു, അല്ലേ? അതിനുശേഷം നമ്മൾ ഇന്റിജേഴ്സിന്റെ ഓപ്പറേഷൻസ് ഓഫ് ഇന്റിജേഴ്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അഡീഷൻ പറഞ്ഞു, ഇല്ലേ? അഡീഷന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സ്റ്റഡി ചെയ്തു. പിന്നെന്താണ് സബ്ട്രാക്ഷൻ പഠിച്ചു, അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ സ്റ്റഡി ചെയ്തു. നമ്മൾ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ നോക്കാം, മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എന്തോ പറഞ്ഞത്, എന്തുവാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റഡി ചെയ്ത് നിർത്തിയത്? 2 സംഖ്യകൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വന്നാൽ, ഇല്ലേ? ഇപ്പം എക്സാമ്പിൾ 4 × 7 നമ്മൾ എത്ര എഴുതും? 4 × 7 = 28 എന്ന് എഴുതും. ഇനി അടുത്ത് നമുക്കൊരു സൈനോട് കൂടി വരുന്നു, ഇല്ലേ? നെഗറ്റീവ് 4 × 7 വന്നാൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുമെന്ന് പറഞ്ഞു? ആദ്യം 7 × 4 നമ്മൾ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു സംഖ്യയിൽ സൈൻ ഉണ്ട്, നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സൈൻ ഇടുന്നു. അപ്പൊ നമ്മുടെ നെഗറ്റീവ് 4 × 7 എത്രയാണ് നമ്മുടെ ആൻസർ? -28 എന്ന്. അതുപോലെ 4 × -7 ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? -28 ആയിരിക്കും, അല്ലേ? കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു സംഖ്യയിൽ എന്ത് വന്നു? ഒരു നെഗറ്റീവ് വന്നു. അപ്പൊ നമ്മള് മൾട്ടിപ്ലിക്കേഷന്റെ ഇത് നമ്മൾ കറക്റ്റ് ആക്കിയായിരുന്നല്ലോ. 2 റൂൾ പഠിച്ചു, ഇല്ലേ? ഫസ്റ്റ് റൂൾ എന്തായിരുന്നു? To find the product of 2 integers with unlike sign, we find the product of their values regardless of their sign and give a minus sign to the product. നമ്മൾ പഠിച്ചു, ഇല്ലേ?
നമ്മളിപ്പം ഏതെങ്കിലും നമുക്ക് രണ്ട് സംഖ്യകൾ സൈനോട് കൂടി രണ്ട് സംഖ്യകൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ തന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ആ രണ്ട് സംഖ്യകൾ കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിന്റെ പ്രോഡക്റ്റ് അങ്ങ് എഴുതുക. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ആ സൈൻ അതുപോലെ ആൻസറിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തതായിരുന്നു അല്ലേ? അടുത്ത രണ്ടാമത്തെ റൂൾ നമ്മൾ എന്താ പറഞ്ഞത്? To find the product of two integers with the same sign, we find the product of their values regardless of their sign and give a plus sign to the product. So 5 into 4. നമുക്ക് ആൻസർ എത്ര വരും? സാധാരണ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ എന്ത് എഴുതും? 20 എഴുതും അല്ലേ? നമുക്ക് സൈനോട് കൂടി സംഖ്യകൾ എഴുതണം. -5 into -4. നമ്മൾ എന്താ ആൻസർ എഴുതണം? നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താ ആൻസർ എഴുതും? 5 into 4. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 5 4 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 5 into 4 is equal to 20. ഇവിടെ രണ്ട് സൈനും ഒരുപോലെ വന്നു അല്ലേ? രണ്ടിടത്ത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ആ സൈൻ നമ്മൾ ഇടണ്ട, പോസിറ്റീവ് എഴുതിയാൽ മതി. ഓക്കെ, രണ്ടിടത്തും ഒരേ സൈൻ വരുവാണെങ്കിൽ നമുക്ക് എന്താണ്? നമ്മുടെ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ഇടണ്ട. രണ്ടിടത്തും ഒരേ സൈൻ വന്നു നെഗറ്റീവ്. ഇവിടെ രണ്ടിടത്തും ഒരേ സൈൻ അല്ലേ? പ്ലസും പ്ലസും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? പോസിറ്റീവ് ആണ്. ഇവിടെ രണ്ടിടത്തും നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? നെഗറ്റീവ് ഇടണ്ട, പോസിറ്റീവ് ഇട്ടാൽ മതി. ഇത്രയും കാര്യങ്ങൾ കറക്റ്റ് ആയില്ലേ? ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓൺ ഇൻഡിജേഴ്സ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇൻഡിജേഴ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അത് നമ്മൾ എല്ലാത്തിലും പഠിക്കുന്നതല്ലേ ക്ലോഷർ പ്രോപ്പർട്ടി. എന്താണ് ക്ലോഷർ പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്താ സാധാരണ പറയുന്നത്? എന്താണ് നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചർ? എന്തോ നമ്മൾ പറയുന്നത്? the product of two integers is always an integer. ഇല്ലേ? രണ്ട് ഇന്റിജേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? is always an integer. അത് ഇന്റിജർ തന്നെയായിരിക്കും. നമുക്ക് എക്സാമ്പിൾ നോക്കുന്നത് 3 into 5 is equal to 15. അപ്പോൾ 3 എന്ന് പറഞ്ഞാലും 5 എന്ന് പറഞ്ഞാലും ഓരോ ഇന്റിജേഴ്സ് ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 15 ആണ്. ആ 15 എന്താണ്? ഒരു ഇന്റിജർ തന്നെയാണ്. അപ്പോൾ എന്താണ്? the product of two integers is always an integer. ഈ രണ്ട് ഇന്റിജറിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇന്റിജർ തന്നെയായിരിക്കും. നെക്സ്റ്റ് നമുക്ക് എക്സാമ്പിൾ വന്നിട്ട് നോക്കാം. -7 into 3. ആൻസർ എത്ര? നിങ്ങൾ പറഞ്ഞത് -21. കാരണം എന്താ? നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ആൻസർ -21 ആണ്. ഈ -21 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒരു ഇന്റിജർ തന്നെയാണ്. അതായത് ഈ രണ്ട് ഇന്റിജറിന്റെയും പ്രോഡക്റ്റ് ആയ -21 ഈസ് ആൾവേസ് ആൻ ഇന്റിജർ. നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി മനസ്സിലായ എന്താണ്? ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അതിൽ എന്താ പറയുന്നത്? the product of two integers is always an integer. ഈ രണ്ട് ഇന്റിജറിന്റെയും പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ഇന്റിജർ തന്നെയായിരിക്കും. സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കേ, ക്യുമുലേറ്റീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ക്യുമുലേറ്റീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അതിൽ എന്താ പറയുന്നത്? for any two integers a and b, we have a into b is equal to b into. അതായത് നമുക്ക് രണ്ട് ഇന്റിജർ തന്നിരിക്കുന്നു. ഏതൊക്കെയാണ്? a യും b. അതിൽ a into b എന്ന് പറഞ്ഞാലും അല്ലേ b into a ചെയ്താലും നമുക്ക് ആൻസർ ഒന്നായിരിക്കും കിട്ടുന്നത്. എന്താണ്? a into b ചെയ്താലും b into a ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഈക്വൽ ആയിരിക്കും. നമുക്ക് നോക്കിയാലോ? എക്സാമ്പിൾ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. 3 into -7 is equal to എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞ ആൻസർ 3 into -7. ആൻസർ എത്ര? -20 അല്ലേ? 7 into 3 എത്ര? 20. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു സൈൻ ഉള്ളതുകൊണ്ട് ആൻസറിൽ എന്ത് വരുന്നു? നെഗറ്റീവ് സൈൻ വന്നു. അടുത്ത നോക്കിക്കേ, -7 into 3. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? 21 വരും. വെറും 21 ആണോ വരുന്നത്? അല്ല, ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് തന്നെ വരുന്നത്? ആൻസറിൽ നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ ഈ 3 നമുക്ക് a ആയിട്ടും ഈ 7 നമുക്ക് b ആയിട്ടും എടുക്കാം. അപ്പം a into b ചെയ്തപ്പോൾ നമുക്ക് -21 കിട്ടി. അതുപോലെ b into a ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? -21 തന്നെ കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ക്യുമുലേറ്റീവ് ലോ, a into b ചെയ്താലും b into a ചെയ്താലും എന്താണ്? അത് ഈക്വൽ ആണ്. നമ്മളെ തെളിയിച്ചില്ല ഈക്വൽ ആണെന്നുള്ളത്. എന്താ ടീച്ചർ പറഞ്ഞത്? നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ക്യുമുലേറ്റീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. അതിൽ എന്താ പറയുന്നത്? a into b ആയാലും b into a ചെയ്താലും നമ്മുടെ ആൻസർ ഒന്നായിരിക്കും. അതിന് എക്സാമ്പിൾ നമ്മൾ ചെയ്തില്ലേ?
3 into -7 വന്നാലും ആൻസർ -21 ആണ്. അതുപോലെ -7 into 3 വന്നാലും ആൻസർ എന്ത് തന്നെയാണ്? -21 തന്നെയാണ്. A into B ചെയ്താലും B into A ചെയ്താലും ആൻസർ ഈക്വൽ ആയിരിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. നമ്മുടെ ടെക്സ്റ്റിൽ തന്നേക്കുന്ന അടുത്ത എക്സാമ്പിൾ ആണ്, ശ്രദ്ധിച്ചേ. -5 into -8. അപ്പോൾ നമുക്ക് ആൻസർ എത്ര വരും? നിങ്ങൾ പറഞ്ഞേ. 5 into 8 എത്രയാണ്? 5 into 8 40 ആണ് അല്ലേ? അപ്പൊ നമുക്ക് ആൻസർ എന്താ? 40 ആണ് അല്ലേ? കാരണം എന്താ? നമുക്ക് ഒരേപോലത്തെ നെഗറ്റീവ് സൈൻ വന്നു, രണ്ടിടത്തും നെഗറ്റീവ് സൈൻ വന്നു അല്ലേ? ഒരേ ചിഹ്നം വന്നപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറി? പോസിറ്റീവ് ആയിട്ട് മാറി. അപ്പൊ ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് A B എന്ന് പറയാം അല്ലേ? 5നെ A എന്നും 8നെ B എന്നും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ A into B ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 40. ഇനി നമ്മൾ തിരിച്ചിടുന്നത് B into A ചെയ്തില്ലേ? B into A ചെയ്തു. B എത്ര? -8 into A എത്ര? -5. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 8 into 5 എത്ര? 40. അപ്പൊ കണ്ടോ, നമ്മള് A into B ചെയ്തപ്പോഴും എത്ര വന്ന്? 40. അതുപോലെ B into A ചെയ്തപ്പോഴും നമുക്ക് എത്രയാണ് കിട്ടിയ ആൻസർ? 40. ഈക്വൽ ആയില്ലേ? നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പ്രോപ്പർട്ടി കറക്റ്റ് ആയില്ലേ? A into B ചെയ്താലും B into A ചെയ്താലും ആൻസർ ഈക്വൽ ആയിട്ട് വരും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? രണ്ടാമത്തെ പ്രോപ്പർട്ടി മനസ്സിലായോ? ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്തോ പറഞ്ഞത്? രണ്ട് ഇന്റിജറിന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ആൾവേസ് ആൻ ഇന്റിജർ. അതായത് 8 into 4 is equal to 32. 8 എന്ന് പറഞ്ഞ ഇന്റിജറിന്റെയും 4 എന്ന് പറഞ്ഞ ഇന്റിജറിന്റെയും പ്രോഡക്റ്റ് ആണ് 32. ഇത് രണ്ട് ഇന്റിജർ ആണ്. 32 എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഈസ് ആൾവേസ് ആൻ ഇന്റിജർ. അത് നമ്മൾ പറഞ്ഞു, ക്ലോഷർ പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. രണ്ടാമത് ക്യൂമിറ്റേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഇല്ലേ? എന്താണ്? A into B ചെയ്താലും B into A ചെയ്താലും ഈക്വൽ ആയിരിക്കും. ഓക്കെ. അടുത്ത മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കേ, അസോസിയേറ്റീവ് ലോ ഫോർ മൾട്ടിപ്ലിക്കേഷൻ. അതിലെന്താ പറയുന്നത് നോക്കേ? A B C are any three integers, then A into B into C is equal to A into B into C. അതായത് നമുക്ക് മൂന്ന് ഇന്റിജർ തന്നേക്കുന്നു ഇല്ലേ? ഏതൊക്കെയാണ്? A B C എന്ന് പറയുന്ന മൂന്ന് ഇന്റിജർ നമുക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? A into B അകത്തിട്ട് into C നമ്മൾ വെളിയിട്ട് ബ്രാക്കറ്റിന് വെളിയിട്ട് ചെയ്താലും, അതുപോലെ തന്നെ A വെളിയിലിട്ടിട്ട് B into C ബ്രാക്കറ്റിനകത്തിട്ട് ചെയ്താലും നമ്മുടെ ആൻസർ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ടീച്ചർ പറഞ്ഞത് അസോസിയേറ്റീവ് ലോ ഫോർ അല്ലേ? എന്താണ് പ്രോപ്പർട്ടി മൾട്ടിപ്ലിക്കേഷനിൽ പറയുന്നത്? എന്താണ്? A B C എന്ന് പറയുന്ന മൂന്ന് ഇന്റിജർ നമുക്ക് തന്നിരുന്നാൽ അതിൽ A into B ബ്രാക്കറ്റിനകത്തിട്ട് C വെളിയിട്ട് ചെയ്താലും A വെളിയിട്ട് B into C ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ ഈക്വൽ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ? നോക്കിക്കേ. -7 അല്ലേ? -5 ആൻഡ് -6 ഇങ്ങനെ മൂന്ന് ഇന്റിജർ നമുക്ക് തന്നേക്കുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? A into B into C ചെയ്യാം. നോക്കിക്കേ. -7 -5 -8 മൂന്ന് ഇന്റിജർ നമുക്ക് തന്നേക്കും. അല്ലാതെ നമ്മൾ ഏതാ ചെയ്യാൻ പോകുന്നത്? A into B into C ചെയ്യാം. അപ്പൊ A എന്ന് പറഞ്ഞാൽ 7 ആണ്, B എന്ന് പറഞ്ഞാൽ 5 ആണ്, C എന്ന് പറഞ്ഞാൽ -8 അല്ലേ? -7 എന്ന് പറഞ്ഞാൽ A, -5 എന്ന് പറഞ്ഞാൽ B, -8 എന്ന് പറഞ്ഞാൽ C. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് A into B into C. നോക്കിക്കേ. A -7 into B -5 പിന്നെ എത്രയാണ്? -8. എത്ര വരും? 7 5 കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത് ഏതാണ്? 35 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? സൈൻ ഉണ്ടാവുമല്ലോ? ഇല്ല, കാരണം രണ്ട് നെഗറ്റീവ് വന്നതുകൊണ്ട് തന്നെ ആൻസറിൽ എന്താണ്? പോസിറ്റീവ് ആയിട്ട് മാറും അല്ലേ? അപ്പൊ 35 into -8 കണ്ടോ? 35 into -8 വന്നു. ഇനി നമ്മൾ ഈ 35നെയും -8നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. അപ്പൊ നമുക്ക് ആൻസർ എത്ര വരും? 280 വരും. വെറും 280 ആണോ കിട്ടുന്നത്? അല്ല, കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു സൈൻ ഉണ്ടോ? നെഗറ്റീവ് സൈൻ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആൻസറിൽ എന്ത് വരുന്നു? ഒരു നെഗറ്റീവ് സൈൻ വരും. അപ്പം -7 into -5 into -8 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ് ആൻസർ വരുന്നത്? -280 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഏതാണ്? ഇതിനെ തന്നെ A into B into C ചെയ്യുന്നു. അതായത് A വെളിയിട്ട് Bയും Cയും ബ്രാക്കറ്റിനകത്ത് നമുക്ക് ചെയ്യുന്നു. നോക്കിക്കേ, നമ്മൾ പുറത്തിടുക. നെഗറ്റീവ് സൈൻ വെളിയിലിട്ടു into
ബി ഇൻറ്റു സി. ബി ഏതാണ്? -5 ഇൻറ്റു സി -8. സിഗാട്ടി എത്ര വരും? ആദ്യം -7 അതുപോലെ ഇടുക ഇൻറ്റു -5ഉം -8ഉം കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 5 ഇൻറ്റു 8 ആണ് എത്ര? 40 അല്ലേ? 40 എന്താണ്? 7 ഇൻറ്റു 40 അല്ലേ? 40 ഇൻറ്റു 7 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 280. വെറും 280 ആണോ? അല്ല, നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു സൈൻ ഉള്ളതുകൊണ്ട് തന്നെ ആൻസറിൽ എന്ത് വരുന്നു? ഒരു സൈൻ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 280. നെഗറ്റീവ് 280 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ കറക്റ്റ് ആയില്ലേ? ഏതാണ്? നമ്മൾ എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്തപ്പം നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്? -280 കിട്ടി. അതുപോലെ എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടി? -280. അപ്പൊ നമ്മുടെ ലോ കറക്റ്റ് ആയില്ലേ? ഏത് ലോ? അസോസിയേറ്റീവ് ലോ. ഏതാണ്? എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്താലും എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്താലും നമുക്ക് ആൻസർ ഒന്ന് തന്നെ വരും. ഇല്ലേ? ഈക്വൽ ആയിരിക്കും എന്നുള്ള ലോ നമ്മൾ ക്ലിയർ ചെയ്തു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്താലോ? എക്സാമ്പിൾ നോക്കിക്കേ. ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട്. ഇൻഡിജർ ഏതൊക്കെയാ നോക്കേ? നെഗറ്റീവ് ഇൻഡിജർ ഏതൊക്കെയാ നോക്കേ? 3 പിന്നെ -5 -7. 3 ഇൻഡിജർ നമുക്ക് തന്നു. നേരത്തെ ചെയ്തതുപോലെ നമ്മൾ ചെയ്യണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? എ ഇൻറ്റു ബി ഇൻറ്റു സി. ഏതാണ് എ? 3 അല്ലേ? 3 ഇൻറ്റു -5 ഇൻറ്റു സി എത്ര? -7. അപ്പൊ ആൻസർ എത്ര വരും? 3 ഇൻറ്റു 5 എത്ര? -50. -50 എങ്ങനെയാ വന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് തന്നെ ആൻസർ ഒരു മൈനസ് വന്നു. -50 ഇൻറ്റു -7. ആൻസർ എത്ര വരും? ഇനി നമ്മൾ 15 7 കൂടെ തമ്മിൽ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്ന ഏതാണ്? 105 കിട്ടി. പോസിറ്റീവ് 105 കിട്ടുമോ? നെഗറ്റീവ് 105 കിട്ടും? പോസിറ്റീവ് ആയില്ലേ? കാരണം രണ്ട് നെഗറ്റീവ് സൈൻ വന്നാൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ 105 നമുക്ക് കിട്ടി. അപ്പം എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്തപ്പോൾ നമുക്ക് 105 എന്ന് ആൻസർ കിട്ടി. ഇനി അടുത്ത് നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഏതാണ്? എ വെളിയിലിട്ട് അല്ലേ? ഇൻറ്റു ബി ഇൻറ്റു സി. ഈ ഒരു രീതി നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ എ എത്രയാണ്? 3. ബി എത്ര? -5 ഇൻറ്റു സി എത്ര? -7. അപ്പൊ ആൻസർ 3. ഈ -5ഉം -7 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 35. ഇനി 3 ഇൻറ്റു 35 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 105 കിട്ടും. അപ്പൊ നമ്മൾ എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്തപ്പോഴും എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്തപ്പോഴും നമുക്ക് ആൻസർ എത്രയെന്ന് കിട്ടി? 105 അല്ലേ? അപ്പൊ ഈക്വൽ അല്ലേ? എ ഇൻറ്റു ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി ഇൻറ്റു സി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ അടുത്ത ലോ പഠിച്ചു, അസോസിയേറ്റീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഇല്ലേ? അത് എന്താണ് പറയുന്നത്? 3 ഇൻഡിജർ തന്നാൽ എ ബി സി എന്ന 3 ഇൻഡിജർ തന്നിരുന്നാൽ എ ഇൻറ്റു ബി ഇൻറ്റു സി ചെയ്താലും എ പുറത്തിട്ട് ബി ഇൻറ്റു സി ചെയ്താലും ആൻസർ ഈക്വൽ ആയിരിക്കും. അടുത്ത ലോ നോക്കേ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. എന്താണ് ആദ്യം പറയുന്നത്? If A, B, C be any 3 integers, then A into B plus C is equal to A into B plus A into C. അതായത് 3 ഇൻഡിജർ നമുക്ക് തന്നിരിക്കുന്നു A, B, C. അത് എന്താ പറയുന്നത്? A വെളിയിലിട്ട് B into B plus C ചെയ്താലും പിന്നെ എന്താണ് ഈക്വൽ ടു A into B plus A into C. അതായത് A into B plus C എന്ന് പറഞ്ഞാൽ A into B plus A into C ആണ്. അത് 3 ഇൻഡിജർ നമുക്ക് തന്നേക്കുന്നു. അതിൽ A into B plus C ചെയ്യുമ്പോൾ ഇതാ ഈക്വൽ ടു A into B plus A into C ആണ്. എന്നാണ് നമുക്ക് തന്നേക്കുന്ന ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അപ്പോൾ നമുക്ക് അതിനൊരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ക്ലിയർ ആവും. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4 -5 -6. 3 ഇൻഡിജർ നമുക്ക് തന്നേക്കുന്നു. A, B, C നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. നോക്കിക്കേ, അതിനാദ്യം നമ്മൾ 4 ഇൻറ്റു വെളിയിലെടുത്തു ഇല്ലേ? ഇതല്ലേ ചെയ്യുന്നത്? A ഇൻറ്റു B പ്ലസ് സി. അപ്പൊ A എന്ന് പറഞ്ഞാൽ 4 ആണ്, ഇൻറ്റു B പ്ലസ് സി എന്ന് വെച്ചാൽ -5 പ്ലസ്
-6. ആൻസർ എന്ത് വരും? 4 ഇൻറ്റു ഒരേ പോലത്തെ സൈൻ ആഡ് ചെയ്യാൻ വന്നിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി ആ ഒരേ സൈൻ അങ്ങ് ഇട്ട് കൊടുക്കും അല്ലേ? നമ്മൾ പഠിച്ചത് അഡീഷണൽ പഠിച്ചത് പറഞ്ഞു, രണ്ട് ഒരേപോലത്തെ സൈൻ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അത് ഏതാണോ കോമൺ ആയിട്ടുള്ള സൈൻ അതങ്ങ് ഇട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ 5ഉം 6ഉം തമ്മിൽ ആഡ് ചെയ്യുക, രണ്ടിനും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ആ നെഗറ്റീവ് സൈൻ അങ്ങ് ഇട്ട് കൊടുക്കണം. കണ്ടോ? എന്താണ് -11 കിട്ടും. ഈ -11ഉം ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഈ രണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസറിൽ എന്ത് വരുന്നു? നെഗറ്റീവ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? -44. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഇക്വേഷൻ ഇടാം. ഏതാണ്? a ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും ഇല്ലേ, a ഇൻറ്റു സി എന്ന് പറഞ്ഞാലും ഇതിന് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞത്. നമുക്ക് അത് ചെയ്ത് നോക്കാം. a ഇൻറ്റു ബി പ്ലസ് എന്താണ്? b ഇൻറ്റു സി. അതെങ്ങനെ ചെയ്യും? a നമുക്കറിയാം 4 ഇൻറ്റു ബി നമുക്കറിയാം -5 പ്ലസ് a നമുക്കറിയാം 4 ഇൻറ്റു സി അറിയാം -6. അപ്പം 4 ഇൻറ്റു 5 എത്രയാണ്? 20 നമുക്ക് സൈൻ ചെയ്ത് കൊടുക്കും, നെഗറ്റീവ് കൊടുക്കും, കാരണം അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു നെഗറ്റീവ്. അപ്പൊ -20 പ്ലസ് 4 ഇൻറ്റു 6 എത്രയാണ്? 4 ഇൻറ്റു 6 24. അതിന്റെ സൈൻ ഏതായിരിക്കും? നെഗറ്റീവ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു നെഗറ്റീവ്. നമ്മൾ എന്താണ്? -20ഉം -24ഉം കൂടെ തമ്മിൽ ആഡ് ചെയ്യുന്നു. നമ്മൾ അഡീഷനിൽ പഠിച്ചു, ഒരേപോലത്തെ സൈൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് കോമൺ ആയിട്ടുള്ള സൈൻ ഏതാണ് അത് ഇട്ടോളൂ. അപ്പൊ 20 24 കൂടെ തമ്മിൽ കൂട്ടാൻ നമുക്ക് 44 കിട്ടും. രണ്ടിനും കോമൺ ആയിട്ടുള്ള സൈൻ ഏതാണ്? നെഗറ്റീവ്. നമുക്ക് ഏത് ആൻസർ കിട്ടി? നെഗറ്റീവ്. നമ്മൾ a ഇൻറ്റു ബി പ്ലസ് സി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഏതാണ്? -44 അല്ലേ? നമ്മൾ a ഇൻറ്റു ബി പ്ലസ് സി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ -44. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു? a ഇൻറ്റു ബി പ്ലസ് a ഇൻറ്റു സി അത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയ ആൻസർ? -44 കിട്ടി. നമ്മൾ അടുത്ത ലോ പറഞ്ഞാൽ ഏതാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അല്ലേ? എന്താണ്? a ഇൻറ്റു ബി പ്ലസ് സി ചെയ്താലും a ഇൻറ്റു ബി പ്ലസ് a ഇൻറ്റു സി ചെയ്താലും ആൻസർ ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? Okay. അടുത്ത ലോ നോക്കേ. For any integer a, we have a into 1 is equal to a. The integer 1 is called the multiplicative identity for integer. ഇതൊരു പ്രോപ്പർട്ടി ആണ്. ഏതെന്ന് പറയുന്നത്? അതായത് a into 1 എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? a തന്നെയായിരിക്കും. കാരണം നമ്മൾ ഈ 1നെ എന്താണ് വിളിക്കുന്നത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഓഫ് ഇന്റിജർ എന്നാണ് നമ്മൾ ഈ 1നെ വിളിക്കുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഓഫ് ഇന്റിജർ. അപ്പൊ നമ്മൾ 1നെ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഫോർ ഇന്റിജർ എന്ന് വിളിക്കുന്നു. a ഇൻറ്റു 1 ചെയ്താൽ നമുക്ക് എന്താണ്? a തന്നെ കിട്ടും അല്ലേ? ഒരു സംഖ്യയുടെ കൂടെ 1 ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ആ സംഖ്യ തന്നെ കിട്ടുന്നു. അപ്പൊ 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആയിരിക്കും. 6 ഇൻറ്റു എത്ര ആയിരിക്കും? 6 ആയിരിക്കും. 100 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 100 ആയിരിക്കും. അപ്പൊ ഏതൊരു ഇന്റിജറിന്റെ കൂടെയും 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഇന്റിജർ തന്നെ കിട്ടുന്നു. ഈ 1നെ നമ്മൾ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഫോർ ഇന്റിജർ എന്ന് വിളിക്കുന്നു. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ -3 ഇൻറ്റു 1 എന്ത് തന്നെ വരും? -3 തന്നെ കിട്ടും. അപ്പൊ അതാണ് അടുത്ത ലോ എന്ന് പറയുന്നത്. ഇനി അതിന്റെ അടുത്ത ലോ നോക്കിക്കേ. ഫോർ എനി ഇന്റിജർ a, we have a into 0 is equal to 0. അതായത് ഏതെങ്കിലും ഒരു ഇന്റിജറിന്റെ കൂടെ നമ്മൾ 0 ആണ് മൾട്ടിപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോ. അതായത് 4 ഇൻറ്റു 0 നമ്മുടെ ആൻസർ എത്രയാണ്? 0 ആയിരിക്കും അല്ലേ? 0 തന്നെ വരും. അപ്പോൾ -3 ഇൻറ്റു 0 ആൻസർ എന്താ? 0. 5 ഇൻറ്റു 0 ആൻസർ എത്ര? 0. 10 ഇൻറ്റു 0 ആൻസർ എത്ര ആയിരിക്കും? 0. 100 ഇൻറ്റു 0 ആൻസർ എത്ര? 0. അപ്പോൾ ഏതൊരു ഇന്റിജറിന്റെ കൂടെയും നമ്മളൊരു 0 ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ ആൻസർ എന്ത് തന്നെ വരും? 0 തന്നെ വരും. നമ്മൾ അടുത്ത രണ്ട് ലോ പഠിച്ചാലോ, ഏതൊരു ഇന്റിജറിന്റെ കൂടെയും 1 ആണ് ഇൻറ്റു ചെയ്യുന്നതെങ്കിൽ എന്ത് വരും? ആ ഇന്റിജർ തന്നെ വരും. ഏതൊരു ഇന്റിജറിന്റെ കൂടെ 0 ആണ് ഇൻറ്റു ചെയ്തതെങ്കിൽ ആൻസർ 0 തന്നെ വരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് എന്തെന്ന് പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ താഴെ കിടക്കുന്ന എക്സസൈസ് 40 കണ്ടോ? അതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കാണ്, ചെയ്യണം. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ? ഫൈൻഡ് ദ പ്രോഡക്റ്റ്. അതിലൊരു 5 ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്. ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ ഹോംവർക്കാണ്.
ഈ 2 ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് ടീച്ചറിന് അയച്ചു തരണം. ഇനി അടുത്ത നമുക്ക് ഡിവിഷൻ ഓഫ് ഇന്റിജേഴ്സ് എന്ന് തുടങ്ങിയാലോ? എല്ലാം റെഡി അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? മൾട്ടിപ്ലിക്കേഷൻ എന്തോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു സംഖ്യക്ക് നെഗറ്റീവ് ആണ്, മറ്റൊരു സംഖ്യക്ക് പോസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആൻസറിൽ എന്ത് വരും? നെഗറ്റീവ് വരും. അതുപോലെ രണ്ടിടത്തും ഒരേ സൈൻ ആണെങ്കിൽ ആൻസറിൽ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും വരും. ഇത്രയും കാര്യങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചാൽ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡിവിഷൻ ഓഫ് ഇന്റിജേഴ്സ് നോക്കാം. We know that division of whole numbers is an inverse process of multiplication. നമ്മൾ whole number പഠിച്ചാൽ പറഞ്ഞില്ലേ? എന്താണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ഇൻവേഴ്സ് പ്രോസസ് ആണ്. We extended the same idea to be integer. ഈ ഐഡിയ എന്നാണ് നമ്മൾ ഇന്റിജേഴ്സിലും ഫോളോ ചെയ്യുന്നത്. എന്താണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ഇൻവേഴ്സ് പ്രോസസ് ആണ്. അതുപോലെ നമ്മൾ ഹോൾ നമ്പറിന്റെ കാര്യത്തിലാണ് അങ്ങനെ പഠിച്ചത് അല്ലേ? അപ്പൊ ഇന്റിജേഴ്സിന്റെ കാര്യത്തിലും സെയിം റൂൾ തന്നെയാണ്. എന്താണ് നമ്മുടെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷന്റെ ഇൻവേഴ്സ് പ്രോസസ് ആണ്. നോക്കിക്കേ, to divide 36 by -9 means what integer should be multiplied with -9 to get 36 അല്ലേ? obviously the answer is -4. അപ്പോൾ നമുക്ക് എന്താണ് 36 divided by 9 -9 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 9ന്റെ കൂടെ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത് നമ്മൾ നോക്കും അല്ലേ? അപ്പൊ എന്താണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ഒരു ഇൻവേഴ്സ് പ്രോസസ് ആണ്. അപ്പൊ നമ്മൾ -9ന്റെ കൂടെ ഏത് സംഖ്യ നമ്മൾ ഇൻഡു ചെയ്യുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത് നമ്മൾ നോക്കും. അപ്പൊ എത്ര ആയിരിക്കും? 4 ആയിരിക്കും അല്ലേ? അപ്പം 9 × 4 ആണ് 36 എന്ന് പറയുന്നത് അല്ലേ? എത്രയാണ്? -4. കാരണം -9ന്റെ കൂടെ -4 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 36 എന്ന് പറയുന്ന ആൻസർ കിട്ടത്തുള്ളൂ. അപ്പൊ എന്താ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ഇൻവേഴ്സ് പ്രോസസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നു കണ്ടോ? To divide -40 by 8 means what integer should be multiplied with 8 to get -40? Obviously the answer is -9. അപ്പോൾ എന്താണ് -40 divided by 8? നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? 40 നമ്മൾ നോക്കൂലേ? 8ന്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 40 കിട്ടുന്നത് നമ്മൾ നോക്കുന്നു. നമുക്ക് ആൻസർ എത്ര വരും? -5 വരും. ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ഉണ്ട് കണ്ടോ? നോക്കിയേ, thus we have following rules for division of integers. അപ്പോൾ നമുക്ക് ഈ ഡിവിഷൻ ഓഫ് ഇന്റിജേഴ്സ് ചെയ്യുമ്പോഴും കുറേ റൂൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് റൂൾസ് എന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് റൂൾ, for dividing one integer by another, the two having unlike sign, we divide their values regardless of their sign and give a minus sign to the quotient. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നു, നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ? -36 divided by 9. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഡിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 36നെ 9 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും ഇല്ലേ? എങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്? എങ്ങനെയല്ലേ? 36 divided by 9. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മൾ നോക്കാം 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കും ഇല്ലേ? 9ന്റെ കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 36 കിട്ടുന്നത് നമ്മൾ നോക്കും. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 9 × 1 are 9, 9 × 2 are 18, 9 × 3 are 27, 9 × 4 are 36. അപ്പോൾ എന്ത് എഴുതും നമ്മൾ? 4 എഴുതും. 36 0. അപ്പോൾ ഈ നമ്മുടെ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ എന്ത് എഴുതണം? നെഗറ്റീവ് ആണ് നമ്മുടെ ആൻസർ ഇട്ട് എഴുതണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസറിൽ എന്ത് വരും? നെഗറ്റീവ് സൈൻ കാണിക്കണം. നമ്മൾ ആദ്യം ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിവൈഡ് ചെയ്യാൻ തന്നാൽ ആദ്യം ഈ 2 സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത ആൻസർ എഴുതുക. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ സൈൻ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് സൈൻ നമ്മുടെ ആൻസറിന് ഇട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 72 divided by -8. ഇപ്പോഴാണ് സൈൻ വന്നത് അല്ലേ? നമ്മൾ ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് ആ സംഖ്യക്കാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കും ഇല്ലേ? 72 divided by 8ന്റെ കൂടെ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 72 നമ്മൾ നോക്കുന്നു. നമുക്ക് ആൻസർ എത്ര വരുന്നു? 72ന്റെ കൂടെ 9. 8ന്റെ കൂടെ 9 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 72 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ 72 ഇവിടെ എഴുതിയിടും ഇല്ലേ? എന്നിട്ട് എന്താ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് നമ്മുടെ ആൻസറിൽ എന്ത് വരുന്നു? ഒരു നെഗറ്റീവ് സൈൻ കാണുന്നു. മനസ്സിലായോ? അപ്പോൾ ഡിവിഷനിലെ ഫസ്റ്റ് റൂൾ മനസ്സിലായോ? ഒരു സൈനുള്ള അല്ലേ? ഒരു സംഖ്യയിൽ മാത്രം സൈനുള്ള 2 സംഖ്യകൾ നമുക്ക് തരുന്നു. അതായത്
ഒരു സംഖ്യയ്ക്ക് നെഗറ്റീവ് സൈനും ബാക്കി സംഖ്യയ്ക്ക് പോസിറ്റീവ് സൈനും. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം ഈ രണ്ട് സംഖ്യകളും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് സൈൻ ആൻസർ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കുക. ഫസ്റ്റ് റൂൾ മനസ്സിലായോ? ആദ്യം നമ്മൾ രണ്ട് സംഖ്യകളും തമ്മിൽ ഡിവൈഡ് ചെയ്ത ആൻസർ എഴുതിയിട്ട് ക്വസ്റ്റ്യനിൽ സൈൻ ഉള്ളത് നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് ആൻസർ നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ടുകൊടുക്കും. അടുത്ത റൂൾ നോക്കേ. ഫോർ ഡിവൈഡിങ് വൺ ഇൻറ്റിജർ ബൈ അനദർ ദ ടു ഹാവിംഗ് ലൈക്ക് സൈൻ we divide the values regardless of their sign and give a plus sign to the quotient. അടുത്ത റൂൾ ആണ്. നമുക്ക് രണ്ട് ഒരേപോലത്തെ സൈനുള്ള സംഖ്യകൾ തരുന്നു. 47 42 ഡിവൈഡഡ് ബൈ 7 നമ്മൾ നോക്കുന്നു അല്ലേ. 7ന്റെ കൂടെ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 42 കിട്ടുന്നത് നോക്കുന്നു. നമുക്ക് ആൻസർ 6 എന്ന് വരും. രണ്ടിടത്തും ഒരേ സൈൻ അല്ലേ, പ്ലസ് സൈൻ. നമ്മുടെ ആൻസർ എന്താണ്? പോസിറ്റീവ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കുന്നു. നെഗറ്റീവ് 42 ഡിവൈഡഡ് ബൈ എന്താണ്? നെഗറ്റീവ് 6. അപ്പൊ രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള സൈൻ വന്നു. നെഗറ്റീവ് 42 നെഗറ്റീവ് 6 രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള സൈൻ വരുമ്പം നമ്മുടെ ആൻസർ എന്തായിരിക്കും? 7 ആയിരിക്കും. ആദ്യം നമ്മൾ ഈ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതുക. രണ്ടിടത്തും കോമൺ ആയിട്ടുള്ള സൈൻ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച റൂളുകൾ തന്നെ അല്ലേ. എന്താ, ഒരിടത്ത് നെഗറ്റീവും ഒരിടത്ത് പോസിറ്റീവും ആണ്. നമ്മുടെ ആൻസറിൽ നെഗറ്റീവ് സൈൻ കാണണം. രണ്ടിടത്ത് നെഗറ്റീവ് സൈൻ ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ്. നെഗറ്റീവ് തമ്മിൽ പോസിറ്റീവ് ആയി പോവുകയും നമ്മുടെ ആൻസർ പോസിറ്റീവ് ആവുകയും ചെയ്യും. ഇപ്പൊ രണ്ടാമത്തെ റൂൾ മനസ്സിലായ ഡിവിഷനിൽ ആദ്യത്തെ റൂൾ നമ്മൾ എന്താ പഠിച്ചത്? ഒരിടത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഒരിടത്ത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ആൻസറിൽ നെഗറ്റീവ് കാണും. രണ്ടിടത്ത് നെഗറ്റീവ് സൈൻ ആണെങ്കിൽ ആ രണ്ടു കൂടെ നമ്മൾ എന്തായിട്ട് മാറുന്നു? പോസിറ്റീവായിട്ട് മാറും. നമ്മുടെ ആൻസർ പോസിറ്റീവ് ആവുന്നു. കണ്ടോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെഗറ്റീവ് 84 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 21. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 4 ആണ് ആൻസർ എടുക്കുന്നത്. പോസിറ്റീവ് 4 ആണ്. കാരണം എന്താ? രണ്ടിടത്ത് നെഗറ്റീവ് സൈൻ ആണ്. നെഗറ്റീവ് പോസിറ്റീവ് ആണ്. ആൻസറിൽ പോസിറ്റീവ് ആവുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഡിവൈഡ് നെഗറ്റീവ് 150 ബൈ 23. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? നമ്മൾ ഇതാണ് നെഗറ്റീവ് 150 എന്ത് ചെയ്യണം? 23 കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? നമ്മുടെ ആൻസർ എത്ര വരുന്നത്? നെഗറ്റീവ് 5. നെഗറ്റീവ് എങ്ങനെ വന്നു? നമ്മുടെ ക്വസ്റ്റ്യനിൽ നെഗറ്റീവ് ഉണ്ട് അല്ലേ, ഇപ്പുറത്ത് പോസിറ്റീവ്. രണ്ട് വ്യത്യസ്തമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ നെഗറ്റീവ് സൈഡ് നമ്മുടെ ആൻസറിനങ്ങ് ഇട്ടു കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 168 ബൈ നെഗറ്റീവ് 7. അതായത് 168 നമ്മൾ നെഗറ്റീവ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വരും? നമ്മുടെ ആൻസർ 168 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 7. നമ്മുടെ ആൻസർ എത്ര വരും? നെഗറ്റീവ് 24 വരും. നെഗറ്റീവ് വരുന്ന കാരണം മനസ്സിലായല്ലോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. രണ്ട് വ്യത്യസ്ത സൈൻ ആണ്. അപ്പൊ നമ്മുടെ ആൻസറിൽ നെഗറ്റീവ് സൈൻ ഇടാം. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. നെഗറ്റീവ് 272 ഡിവൈഡഡ് ബൈ എത്രയാണ്? നെഗറ്റീവ് 60. നമ്മുടെ ആൻസർ എത്ര വരും? നെഗറ്റീവ് 272 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 60. നമ്മൾ നോക്കുക, രണ്ടിടത്തും പോസിറ്റീവ് സൈനാ വന്നു കിടക്കുന്നത് ഇല്ലേ. നെഗറ്റീവ് 272നെ നെഗറ്റീവ് 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. രണ്ടിടത്തും എന്തുണ്ട്? പോസിറ്റീവ് സൈൻ തന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കുമോ? രണ്ടിടത്തും നെഗറ്റീവ് സൈൻ അല്ലേ. നെഗറ്റീവ് 272 നെഗറ്റീവ് 60. അപ്പൊ രണ്ടിടത്തും നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കുമോ? അല്ല, നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. കാരണം ഈ നെഗറ്റീവ് കൂടെ തന്നെ എന്തായിട്ട് മാറുന്നു? പോസിറ്റീവ് ആയിട്ട് മാറുന്നു. അടുത്ത എക്സാമ്പിൾ നോക്കിക്കേ. നെഗറ്റീവ് 324 ഡിവൈഡഡ് ബൈ എത്ര? നെഗറ്റീവ് 27. അപ്പൊ ഇത് അതുപോലെ തന്നെ അല്ലേ. നെഗറ്റീവ് 324 ഡിവൈഡഡ് ബൈ നെഗറ്റീവ് 27. നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞ ആൻസർ എത്ര? 12. 12 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് 12 വരുമോ പോസിറ്റീവ് 12 വരുമോ? പോസിറ്റീവ് അല്ലേ. ഈ നെഗറ്റീവ് തമ്മിൽ എന്തായി പോകുന്നു? പോസിറ്റീവ് ആയിട്ട് മാറി നമ്മുടെ ആൻസർ പോസിറ്റീവ് 12 കിട്ടുന്നു. മനസ്സിലായോ ഇത്രയും? ഇനി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് തന്നേക്കുന്നുണ്ടോ നോക്കിക്കേ. നെഗറ്റീവ് 273 ഡിവൈഡഡ് ബൈ ഡാഷ് ഈസ് ഈക്വൽ ടു 1. ഇപ്പൊ എന്താണ്?
-273യുടെ കൂടെ ഏതോ ഒരു സംഖ്യ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 1 എന്ന് ആൻസർ കിട്ടി. അപ്പൊ അത് ഏതായിരിക്കും ആ സംഖ്യ? നമ്മളത് ചിന്തിച്ചാൽ മനസ്സിലാവൂലേ എന്തായിരിക്കും ആൻസർ? ടീച്ചർ കാണിച്ചു തരാം. അതായത് -273യുടെ കൂടെ ഏതോ ഒരു സംഖ്യ ചെയ്തപ്പം നമുക്ക് 1 എന്ന് ആൻസർ കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? -273യുടെ കൂടെ അല്ലേ, അതിനെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം -273 ഡിവൈഡഡ് ബൈ ഏതോ ഒരു സംഖ്യ നമുക്ക് അറിയത്തില്ല, നമുക്ക് 1 എന്ന് ആൻസർ കിട്ടി. അപ്പൊ ഏതായിരിക്കും ആ സംഖ്യ? ഇത് തന്നെ ആയിരിക്കും അല്ലേ, -273 തന്നെ അറിയാം. കാരണം അതിന്റെ കൂടെ 1 ആ സംഖ്യ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെന്ന് കിട്ടുന്നത്? 1 എന്ന് കിട്ടുന്നത്. അപ്പം -273 ഡിവൈഡഡ് ബൈ ഡാഷ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും? ആ -273 തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ. അതുപോലെ തന്നെയാണ് നമ്മുടെ താഴെ കിടക്കുന്ന ബാക്കി എക്സാമ്പിൾ, നിങ്ങളത് ചെയ്തു പഠിക്കണം കേട്ടോ. ഇനി നമുക്കുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ ഓൺ ഇന്റിജേഴ്സ് ആണ്. അടുത്ത നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ ഓൺ ഇന്റിജേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി നോക്കിക്കേ, ഇഫ് എ ആൻഡ് ബി ആർ ഇന്റിജേഴ്സ് then a divided by b is not necessarily an integer. അപ്പോൾ നമ്മൾ എയും ബിയും രണ്ട് ഇന്റിജർ ആണ്, പക്ഷേ a divided by b എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഇന്റിജർ അല്ല എന്നാണ് പറയുന്നത്. നോക്കിക്കേ, 50 and 4 are both integers, but 50 divided by 4 is not an integer. അപ്പോൾ നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ, 50 എന്ന് പറഞ്ഞാലും 4 എന്ന് പറഞ്ഞാലും രണ്ട് ഇന്റിജർ ആണ്. സോ നമ്മൾ 50 divided by 4 എന്ന് പറഞ്ഞാൽ അല്ലേ, 50 divided by 4 എന്ന് പറഞ്ഞാൽ ഒരു ഇന്റിജർ അല്ല എന്നാണ് പറയുന്നത്. ഇസ് നോട്ട് ആൻ ഇന്റിജർ. അടുത്ത നമ്മൾ നോക്കിക്കേ, അപ്പോൾ നമ്മൾ നേരത്തെ എല്ലാം പഠിച്ച എന്താണ്? രണ്ട് ഇന്റിജർ തന്നെയാണ് ബാക്കി ആ കിട്ടുന്ന ആൻസർ ഇന്റിജർ ആയിരിക്കും. പക്ഷെ ഡിവിഷന്റെ കാര്യത്തിൽ എന്താണ്? a divided by b, അതായത് എയുടെ ആൻസർ a divided by രണ്ട് ഇന്റിജർ, a b ഇന്റിജർ ആണ്, ബട്ട് a divided by b എന്ന് പറഞ്ഞ ഇന്റിജർ അല്ല. അടുത്ത പ്രോപ്പർട്ടി നോക്കേ, if a is an integer and a not equal 0 then a divided by a is equal to 1. അതായത് നോക്കിക്കേ, a not equal to 0 എന്നാണ് പറയുന്നത് അല്ലേ. എന്താണ്? a 0ക്ക് തുല്യമല്ല. a എന്ന് പറഞ്ഞാൽ ഇന്റിജർ ആണ്, ബട്ട് അത് 0ക്ക് ഈക്വൽ അല്ല. അതുപോലെ തന്നെ a ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 എന്നാണ് പറയുന്നത് അല്ലേ. ഏതോ ഒരു ഇന്റിജറിന്റെ കൂടെ അല്ലെങ്കിൽ ഏതോ ഇന്റിജറിന്റെ കൂടെയും ആ ഇന്റിജറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടുന്നു? സെയിം ആൻസർ കിട്ടും. a into a is equal to 1. നമുക്കിവിടെ 9 divided by 9 എന്ന് പറഞ്ഞാൽ എത്ര നമ്മുടെ ആൻസർ? 1 ആണ്. 100 divided by 100 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ എത്രയാണ്? 1 ആണ്. 250 divided by 250 എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എത്രയാണ്? 1 ആയിരിക്കും. അപ്പം ഏതൊരു ഇന്റിജറിന്റെ കൂടെയും ആ ഇന്റിജറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. അതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. തേർഡ് പ്രോപ്പർട്ടി നോക്കിക്കേ, if a is an integer then a divided by 1 is equal to a. ഇതിപ്പോൾ നമ്മൾ ഒരു ഇന്റിജറിന്റെ കൂടെ ആ ഇന്റിജറിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 1 എന്ന് കിട്ടിയത് അല്ലേ. ഇനി ഒരു ഇന്റിജറിന്റെ കൂടെ നമ്മൾ 1 ആണ് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആ ഇന്റിജർ തന്നെ ആയിരിക്കും. മനസ്സിലാവും? 60 divided by 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര? 60. 240 divided by 1 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്ര? 240 തന്നെയാണ്. അതായത് എയുടെ കൂടെ, അതായത് ഏതൊരു ഇന്റിജറിന്റെ കൂടെയും ആ ഇന്റിജറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമുക്ക് ആൻസർ 1 കിട്ടും. ഇനി എയുടെ കൂടെ 1 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇന്റിജർ തന്നെ കിട്ടുന്നു. കണ്ടോ? ഇത്രയും റൂൾ മനസ്സിലായേ? അടുത്ത നാലാമത്തെ റൂൾ നോക്കേ, if a is a non-zero integer then 0 divided by a is equal to 0 but a divided by 0 is not meaningful. അടുത്ത നമ്മുടെ ഒരു ലോ ആണ്. നോക്കിക്കേ, 0 divided by a എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടുന്നു? 0 എന്ന് കിട്ടുന്നു. but a divided by 0 എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നോട്ട് മീനിങ്ഫുൾ എന്നാണ് പറയുന്നത്. എന്താണ്? നോട്ട് മീനിങ്ഫുൾ. ഓക്കെ, അതായത് 0 divided by a is equal to 0. അപ്പം 0 divided by 1 എന്ന് പറഞ്ഞാൽ എത്ര? 0 ആണ്. 0 divided by 100 എന്ന് പറഞ്ഞാൽ എത്ര? 0 ആണ്. അങ്ങനെയാണ് പോകും. പക്ഷെ a divided by 0 എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് മീനിങ്ഫുൾ. അപ്പം 5 divided by 0 എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് മീനിങ്ഫുൾ. അപ്പൊ ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ നമ്മൾ പറഞ്ഞ എന്താണ്?
എ ബി എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡിജർ ആണ്, പക്ഷെ എ ഡിവൈഡ് ബൈ ബി എന്ന് വെച്ചാൽ അതൊരു ഇൻഡിജർ അല്ല എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞ എന്താണ്, എ ഈസ് നോട്ട് ഈക്വൽ ടു 0, അതായത് എയുടെ കൂടെ എ തന്നെ ആ ഒരു ഇൻഡിജറിന്റെ കൂടെ അതേ ഇൻഡിജർ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1 ആൻസർ കിട്ടുന്നു. മൂന്നാമത് നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ഇൻഡിജറിന്റെ കൂടെ 1 ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ നമുക്ക് ആ ഇൻഡിജർ തന്നെ ആൻസർ ആയിട്ട് കിട്ടുന്നു. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, എ ഡിവൈഡഡ് ബൈ 0 എന്ന് പറഞ്ഞാൽ നോട്ട് മീനിങ് ഫുൾ ആണ്. 0 ഡിവൈഡ് ബൈ എ എന്ന് വെച്ചാൽ ആൻസർ 0 തന്നെ ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി ഉണ്ടോ, ഇഫ് എ ബി. അപ്പം ഇന്ന് നമുക്ക് ഈ 4 ഇൻഡിജറോടുകൂടി ഈ 4 പ്രോപ്പർട്ടി ഓഫ് ഡിവിഷനോടുകൂടി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ അടുത്ത പ്രോപ്പർട്ടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് നമ്മളെന്താ മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കി, ഡിവിഷൻ പഠിച്ചു, ഡിവിഷന്റെ 4 പ്രോപ്പർട്ടീസും നോക്കി. ഓക്കെ, ഇതന്നെ സംശയം ഉണ്ടായി നിങ്ങൾക്ക്? ഇതിലെ ഹോംവർക്ക് ടീച്ചർ പറയാം. എക്സസൈസ് 4A ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ, ആദ്യത്തെ 1 എന്ന് പറഞ്ഞ് കിടക്കുന്ന ഡിവിഷനിലെ 10 ക്വസ്റ്റ്യൻ ചെയ്യുക. അതുപോലെ തന്നെ ടീച്ചർ മൾട്ടിപ്ലിക്കേഷനിലെ ഹോംവർക്ക് തന്നില്ലേ, എക്സസൈസ് 4D ആദ്യത്തെ 1 മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞ് കിടക്കുന്നതിൽ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ, രണ്ടാമത്തതിൽ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ. ഇത്രയും നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടുണ്ട്. ഹോംവർക്ക് നിങ്ങൾ ചെയ്ത് ടീച്ചറിന് ആൻസർ അയച്ചു തരണം. അതുപോലെ തന്നെ ഈ മാത്സ് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ, എങ്കിലേ നിങ്ങൾക്കത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്സ് ഒരുപാട് പ്രാവശ്യം നമ്മളത് ചെയ്ത് പഠിക്കണം. ചുമ്മാ ജസ്റ്റ് വായിച്ചു വിട്ടാൽ പോലെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് പഠിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ക്ലാസ് അതിൻ്റെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.